ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഓഫ്ലൈൻ രീതിയിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യണേ, അതൊരു ഓൺലൈൻ മോഡിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ അവർ സബ്ജക്ട് ഈസ് വിത്ത് കോഴ്സ് കോഡ് 221 TCE008 ആൻഡ് ദ സബ്ജക്ട് നെയിം ഈസ് സ്ട്രക്ചറൽ ഡൈനാമിക്സ് എന്നാണ് സബ്ജക്റ്റിന്റെ പേര്. എൻ്റെ പേര് സീത എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ സിലബസിലേക്ക് പോവുകയാണെങ്കിൽ ഈ സ്ട്രക്ചറൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ അനാലിസിസിന്റെ ഒരു പാർട്ട് തന്നെയാണ്. SA1 SA2 ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് സ്ട്രക്ചറൽ ഡൈനാമിക്സ്. അവിടെ നിങ്ങൾ സ്റ്റാറ്റിക് ഫോഴ്സസ് ആണ് അവിടെ കൺസിഡർ ചെയ്തത്. സ്റ്റാറ്റിക് അനാലിസിസ് ആണ് SA1 SA2 ചെയ്തത് അല്ലെ. ഒരു ബീമിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നു, UDL ലോഡ് ആക്ട് ചെയ്യുന്നു, അതിന്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റിക് ആയിട്ടാണ് നമ്മൾ ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഡൈനാമിക്സ് ആണ്. സോ ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് സ്ട്രക്ചറൽ അനാലിസിസ് വേർ യു വിൽ ബി ഡീലിംഗ് വിത്ത് ദി ഡൈനാമിക് ലോഡ്സ് ആൻഡ് ഡൈനാമിക് റെസ്പോൺസസ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഒരു പറയുന്ന കാര്യം. നമുക്ക് പതുക്കെ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പൊ അതിന് മുന്നേ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. സിലബസ് കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അർജുൻ ഈ വാക്കൊന്ന് ജസ്റ്റ് വായിച്ച്, ഇത് കാണുന്നുണ്ടല്ലോ ഒന്ന് വെരിഫൈ ചെയ്യാനാണ്. ഈ മൊഡ്യൂൾ 1 ഫസ്റ്റ് ടോപ്പിക് ഒന്ന് ജസ്റ്റ് വായിച്ചേ. vibration studies and its importance to ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് വൈബ്രേഷൻ സ്റ്റഡീസ് എന്താണ്, അല്ലെങ്കിൽ ഡൈനാമിക് സ്റ്റഡീസ് ഓർ വൈബ്രേഷൻ സ്റ്റഡീസ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ അതിൽ നമ്മൾ കീ വേർഡ് നിങ്ങൾ നോക്കേണ്ടത് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, SDOF സിസ്റ്റം എന്ന് പറയും. സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റത്തിന്റെ കാര്യങ്ങളും അതിന്റെ ഡെറിവേഷനും പ്രോബ്ലംസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ക്ലിയർ അല്ലേ? സെക്കൻഡ് മൊഡ്യൂളിൽ വരുമ്പോഴും അവിടെ SDOF സിസ്റ്റം തന്നെയാണ് വരുന്നത്. സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം വേറെ കുറച്ച് ടോപ്പിക്സും കൂടി അവിടെ വരുന്നുണ്ട്. ഹാഫ് പവർ ബാൻഡ് വിഡ്ത്ത് എന്നൊക്കെ പറയുന്ന കുറച്ച് ടേംസും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ വരുന്നുണ്ടാവുക. ട്രാൻസ്മിസിബിലിറ്റി, വൈബ്രേഷൻ ഐസൊലേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് തിയറിയും പ്രോബ്ലം ഡെറിവേഷൻസ് ഒക്കെ രീതിയിലാണ് വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, നൗ മൊഡ്യൂൾ 3 വരുമ്പോൾ നമ്മളിവിടെ SDOF സിസ്റ്റംസ് ആണ് പഠിച്ചത് അല്ലെ. സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം, ഡിഗ്രി ഓഫ് ഫ്രീഡം ഒക്കെ നിങ്ങൾ സ്കൂൾ മീൻസ് BTech പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ വരുമ്പോൾ എന്താ, മൾട്ടി ഡിഗ്രി ഫ്രീഡം സിസ്റ്റം, MDOF സിസ്റ്റം. ഇതേതാണ് SDOF സിസ്റ്റത്തിന്റെ കാര്യങ്ങളാണ് 1 and 2 മൊഡ്യൂളിൽ കവർ ചെയ്യുന്നതെങ്കിൽ മൊഡ്യൂൾ 3 യു ആർ റെഫറിംഗ് ടു ദി മൾട്ടി ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റംസ്. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻസും മോഷൻസും അതിന്റെ അസോസിയേറ്റഡ് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സിലബസ് പ്രകാരം നമ്മൾ പഠിക്കേണ്ടത്. ഇനി മൊഡ്യൂൾ 4 വരുമ്പോഴും ഇവിടെ മൾട്ടി ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. മൊഡ്യൂൾ 1 നമ്മൾ പറഞ്ഞു SDOF സിസ്റ്റംസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഈ ഒരു വാക്ക് നോക്കൂ, നമ്മുടെ വൈബ്രേഷൻ ഫ്രീ വൈബ്രേഷൻ ആണെങ്കിൽ, വൈബ്രേഷൻസ് 2 തരമുണ്ട്. ഫ്രീ വൈബ്രേഷൻ ഉണ്ട്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഉണ്ട്. ഓർക്കുന്നുണ്ടോ? BTech പഠിച്ചിട്ടുണ്ടോ? ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വൈബ്രേഷൻ തുടങ്ങാൻ വേണ്ടി മാത്രം ഒരു എക്സൈറ്റേഷൻ കൊടുക്കുന്നു, ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ദെൻ വൺസ് ഇറ്റ് ഓസിലേറ്റ്സ് യു ആർ റിമൂവിങ് ദ ഫോഴ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വൈബ്രേഷനെയാണ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയാം. ഓക്കെ, ഒരാള് അഡ്മിറ്റ് ആയി തോന്നുന്നു. ഹലോ, സുജീഷ് അഡ്മിറ്റ് ആയല്ലേ? ഓക്കെ, ജോയിൻ ചെയ്തില്ലേ ഇതിലേക്ക്? നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ തുടക്കം പോർഷൻസ് ജസ്റ്റ് കേൾക്കാം കേട്ടോ. ഓക്കെ, ശരി ശരി. സ്ഥലം എവിടെയാണ് സുജീഷിന്റെ? നാട് എവിടെയാണ്? ഹലോ, ഞാൻ പെരിന്തൽമണ്ണയാണ് അല്ലേ? ഓക്കെ ഓക്കെ, ആ ശരി. ഇപ്പൊ ഇവിടെ ഇല്ല അല്ലെ, കേരളത്തിലില്ല, പുറത്താണ് അല്ലെ? ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ സിലബസ് ഓക്കെ. അപ്പൊ എത്രയും പെട്ടെന്ന് കോളേജിൽ വന്ന് നമുക്ക് ഇപ്പൊ നമ്മൾ ഇത് കവർ ചെയ്യാൻ കാരണം നമ്മള് 2-3 പേര് പറഞ്ഞ പോലെ ഫസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് വി ഹാവ് പ്രൊസീഡഡ് ഓഫ്ലൈൻ ക്ലാസ്സസ്. അപ്പൊ ആ ഒരു സ്റ്റാർട്ട് ക്ലാസ് കിട്ടാൻ വേണ്ടിട്ട് മാത്രമാണ് നമ്മളിപ്പോ ഒരു ഓൺലൈൻ എന്നുള്ള രീതിയിൽ ഇത് വെക്കണേ കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു ഭാഗത്തിന്റെ ജസ്റ്റ് ഒന്ന് ബാക്ക് നോക്കി കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് കേട്ടാ ബ്രിഡ്ജ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഇനി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഇവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? സോ നമ്മുടെ ഇവിടെ ഓക്കെ, സോ SDOF സിസ്റ്റത്തിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഫ്രീ വൈബ്രേഷൻ, നമ്മൾ എന്താ പറഞ്ഞ, വൈബ്രേഷൻ 2 തരമുണ്ട്, ഫ്രീ വൈബ്രേഷൻ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ, നമ്മളൊരു സിസ്റ്റം ബിൽഡിങ്ങോ സ്ട്രക്ചറോ എന്തോ ആണെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, എന്തെങ്കിലും എലമെന്റ് ആവാം, ഡോറോ അങ്ങനെ എന്തോ ആവാം,
അത് വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇനീഷ്യൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കണു. ആ ഒരു ഫോഴ്സ് കാരണം അത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ നിങ്ങൾ അതിൽ ഫോഴ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ ഫ്രീ വൈബ്രേഷൻ എന്ന് പറയും. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുള്ളൂ. നമ്മുടെ ഫാനൊക്കെ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമല്ല അത് കറങ്ങിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പൊ അതൊക്കെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ സിസ്റ്റം ആണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഫ്രീ വൈബ്രേഷൻ SDOI സിസ്റ്റത്തിലത്തെ കാര്യമാണ് പറയുന്നത്. സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ എന്താ പഠിക്കണേ? ഇത് കേട്ടോ, ഇവിടെ ഒരു വാക്ക് കാണാം, ഫോഴ്സ്ഡ് റെസ്പോൺസ്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് ഇവിടെ കൊടുക്കണേ. ആൻഡ് ദാറ്റ് ടു SDOI സിസ്റ്റത്തിന്റെ അനാലിസിസ് ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ പഠിക്കുമ്പോൾ എന്താണ്? ഇവിടെ കണ്ടോ, ഇവിടെ ഒരു മൾട്ടി ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റംസ്, MDOI സിസ്റ്റം, അത് എന്താന്നൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ പഠിക്കൂട്ടാ. അപ്പൊ ഈ വാക്കുകളൊന്നും കേട്ട് പേടിക്കണ്ട, ഓരോന്നും എന്താന്നുള്ളത് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. എന്താണ് SDOI സിസ്റ്റം, അതൊക്കെ നമ്മളിപ്പോൾ കാണും. ഓക്കെ, നൗ എന്താണ് MDOI സിസ്റ്റം, മൾട്ടി ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റംസ് എന്ന് പറയുന്നതിന്റെ കുറച്ച് ആസ്പെക്ട്സും കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ബിൽഡിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ ആ രീതിയിലൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. MDOI സിസ്റ്റം ആണ്. അപ്പൊ 1ഉം 2 SDOI സിസ്റ്റം, ഫ്രീ ആൻഡ് ഫോഴ്സ്ഡ്. മൊഡ്യൂൾ 3 MDOI സിസ്റ്റം. ഇവിടെ എന്താണ് കേട്ടോ, ഇവിടെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ വരുമ്പോൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് MDOI സിസ്റ്റത്തിന്റെ ഇവിടെ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, ലാസ്റ്റ് മൊഡ്യൂൾ എത്തുമ്പോൾ നമ്മളൊരു കണ്ടിന്യൂസ് സിസ്റ്റം, ഡിസ്ട്രിബ്യൂട്ടഡ് മാസ് സിസ്റ്റം എന്ന് പറയുന്ന രീതിയിൽ ഒരു സംഭവമാണ് പഠിക്കുന്നത്. ഇപ്പൊ ഇതില് പറഞ്ഞു വരുന്നത് ശരിക്കും ഈ 4-5 മൊഡ്യൂൾ എളുപ്പമാണ് പരീക്ഷയ്ക്ക് പഠിക്കാൻ. എളുപ്പം മീൻസ് നിങ്ങൾ എഴുതി പഠിക്കുക, മീൻസ് ഇക്വേഷൻസ് ഒക്കെ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് തന്നെ വരുള്ളൂ എക്സാമിന്. മനസ്സിലായോ? ഇപ്പൊ ഫസ്റ്റ് മൊഡ്യൂളൊക്കെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റിക്ക് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചില മൊഡ്യൂൾസ് ഒക്കെ പഠിക്കുമ്പോൾ അത് നമുക്ക് ക്ലാസ്സിൽ പറയാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് പാസ്സായി പോവാം എന്നുള്ള രീതിയിൽ വരുന്നതാണ് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് ലാസ്റ്റ് മൊഡ്യൂളും ഒക്കെ എന്നാണ് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, നൗ ഇനി നമ്മൾ ജസ്റ്റ് ഇപ്പൊ കഴിഞ്ഞു, ഓവറോൾ നമ്മൾ സിലബസ് എന്താന്ന് കണ്ടു അല്ലെ. ഇനി നമ്മള് ഫസ്റ്റ് മൊഡ്യൂൾ ആണല്ലോ നമ്മളിപ്പോ തുടങ്ങണേ. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ടോപ്പിക് വൈസ് ഒന്ന് എഗെയിൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഒരു ടോപ്പിക് ഒന്ന് കവർ ചെയ്യും. നമ്മൾ മിക്കവാറും ഈ 4 ടോപ്പിക് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ടാവും. ഇത്ര തന്നെയാണ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിലും കവർ ചെയ്തിട്ടുള്ള ആ കുട്ടികളും ഈ അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ കേട്ടോ, ഈ വൈബ്രേഷൻ സ്റ്റഡീസ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ എന്താണ് ഡൈനാമിക് ലോഡ്, വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ഡൈനാമിക് ലോഡ്സ്, വാട്ട് ഈസ് SDOI സിസ്റ്റം, വാട്ട് ഈസ് MDOI സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നൗ ടെക്സ്റ്റ് ബുക്കുകളുടെ പേരുകൾ ഇതാണ്. ഇതിന്റെ സോഫ്റ്റ് കോപ്പി ഞാൻ ഒരു ഗൂഗിൾ ക്ലാസ്സും കൂടിയും തുടങ്ങും കേട്ടോ. അപ്പൊ അതിലും ജോയിൻ ചെയ്യുക. കാരണം എല്ലാം വാട്സപ്പിൽ ഇട്ടാ ചാറ്റൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ മെറ്റീരിയൽസ് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നമുക്കൊരു ഗൂഗിൾ ക്ലാസ് റൂമും കൂടി തുടങ്ങാം. അപ്പൊ എല്ലാവരും ആയി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ തന്നെ തുടങ്ങും കേട്ടോ. അപ്പൊ അതിൽ ഈ ഒരു സോഫ്റ്റ് കോപ്പി ഒക്കെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഇടാം. അപ്പൊ ഇതാണ് നമ്മുടെ ലൈബ്രറിയിലൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. ക്ലിയർ? നൗ വി ആർ കമ്മിങ് ടു ദി സബ്ജക്ട്. അവർ സബ്ജക്ട് സ്ട്രക്ചറൽ ഡൈനാമിക്സ് അല്ലെ. അപ്പൊ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ അല്ലെ, നമ്മൾ പറഞ്ഞ ആദ്യം എന്താ പറഞ്ഞാൽ നിങ്ങൾ ബിടെക്കിന് പഠിച്ചത് സ്ട്രക്ചറൽ അനാലിസിസ് പഠിച്ചിട്ടുണ്ട്. സ്ട്രക്ചറൽ അനാലിസിസിന്റെ ഒരു പാർട്ട് തന്നെയാണ് സ്ട്രക്ചറൽ ഡൈനാമിക്സ്. സ്ട്രക്ചറൽ അനാലിസിസിൽ നിങ്ങൾ യൂഷ്വലി സ്റ്റാറ്റിക് അനാലിസിസ് ആണ് പഠിച്ചത് അല്ലെ. ബീം, കോളം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ വരുന്ന സ്റ്റാറ്റിക് ലോഡ്, സ്റ്റാറ്റിക് റെസ്പോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചറൽ ഡൈനാമിക്സ്. ഇത് എനിക്ക് തോന്നുന്നു S6 നിങ്ങളൊരു മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ടാവും സ്ട്രക്ചറൽ ഡൈനാമിക്സ്. അത് ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഈ ഡൈനാമിക്സ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? ഡൈനാമിക്സ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. സ്ട്രക്ചറൽ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഫോഴ്സ് വരുമ്പോഴാണ് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിന് ഡൈനാമിക് ഫോഴ്സ് വന്നു, ഡൈനാമിക് ഫോഴ്സ് വന്നതുകൊണ്ട് അതിനെ ഡൈനാമിക് റെസ്പോൺസ് നമുക്ക് അനലൈസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഒരു എക്സാമ്പിൾ, ഒരു ഫോഴ്സ് പറയാൻ പറ്റുമോ? അല്ലെ, എപ്പോഴാണ് ഇങ്ങനെ വൈബ്രേഷൻ വരിക അല്ലെങ്കിൽ അതിനൊരു ഓസിലേഷൻസ് വരാനുള്ള സാധ്യത? ഞാൻ പറയട്ടെ, ഉത്തരം പറയട്ടെ. എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞോ? കറക്റ്റ് ആണ് കേട്ടാ. ഓക്കെ, അപ്പൊ എർത്ത് ക്വേക്ക് ലോഡ്, അപ്പൊ എർത്ത് ക്വേക്ക് ലോഡ്, സീസ്മിക് ലോഡ് ഒക്കെ വരുമ്പോ നമുക്കറിയാലോ ഭയങ്കര ഇന്റൻസിറ്റി ഒക്കെ വരുമ്പോ അതിന് എന്തുണ്ടാവും? സോയിലൂടെ ഒക്കെ അത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വന്നിട്ട് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷനിലൊക്കെ അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓസിലേഷൻസിന് സബ്ജക്റ്റഡ് ആവും. ക്ലിയർ? അങ്ങനെ ഓസിലേഷൻ സബ്ജക്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, ഒരു ബിൽഡിങ്ങിന് അതിന്റെ തനതായ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും അല്ലെ. ബിടെക്കിന് പഠിച്ചിട്ടുണ്ടാവും ωn എന്ന് പറയുന്ന നാച്ചുറൽ ഫ്രീക്വൻസി. ωn നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ωn √k/m, സ്റ്റിഫ്നെസ് ബൈ മാസ് ഒക്കെ ചെയ്ത് നമുക്ക് ωn കണ്ടുപിടിക്കാം അല്ലെ, നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പൊ ഏതൊരു ബോഡി ആണെങ്കിലും അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. കാരണം ഒരു ബോഡിക്ക് ഒരു മാസും ഉണ്ട്, അതിനൊരു സ്റ്റിഫ്നെസ്സും ഉണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി എവറി ബോഡി ഹാസ് എ നാച്ചുറൽ ഫ്രീക്വൻസി.
നമുക്ക് എല്ലാവരും ബോഡികൾക്കും അതുണ്ടായിരിക്കും. ഇനി ഇനി എന്താണ് അതിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ആവുമ്പോൾ ആ ഫോഴ്സ് കാരണം എന്ത് വരും? ഒരു എക്സൈറ്റിംഗ് ഫ്രീക്വൻസി വരില്ലേ? ഒരു എന്താ പറയാ, ഒരു എർത്ത് ക്വേക്ക് വരുമ്പോൾ എർത്ത് ക്വേക്കിന്റെ വേവിന് എന്തുണ്ട്? ഒരു അതിൻ്റെതായിട്ടുള്ള എക്സൈറ്റേഷൻ ഫ്രീക്വൻസി ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഫാനൊക്കെ കറങ്ങുമ്പോൾ അതിനൊരു ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഉണ്ട് അല്ലെ? ഫാന് കറങ്ങാതെ നിൽക്കുമ്പോൾ അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ഫാൻ കറങ്ങുമ്പോൾ അതിന് എന്തുണ്ട്? ഒരു ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഉണ്ട് അല്ലെ? അങ്ങനെ ആലോചിച്ചോളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചേ, ബിൽഡിങ്ങിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്, നമ്മുടെ വേവിന് ഒരു ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഉണ്ട്. സേ ഒരു എർത്ത് ക്വേക്ക് ലോഡോ വിൻഡ് ലോഡൊക്കെ ഇതിന് എക്സാമ്പിൾ ആട്ടോ. ഡൈനാമിക് ലോഡിന് വിൻഡ് ലോഡ് എക്സാമ്പിൾ ആണ്. ബ്ലാസ്റ്റ് അല്ലെ, സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ വരുന്ന ഫോഴ്സ്, ഇമ്പൾസീവ് ഫോഴ്സിനൊരു ഡൈനാമിക് ആക്ഷൻ ഉള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു വേവ് വരുമ്പോൾ അതിനെന്തുണ്ടായിരിക്കും? ഒരു എക്സൈറ്റിംഗ് ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ഫ്രീക്വൻസി മീൻസ് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ലെ? വേവ് വരയ്ക്കുമ്പോൾ ഒരു സൈക്കിളിൽ കവർ ആയ നമ്പർ ഓഫ് സൈക്കിൾസിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പൊ നമ്മുടെ ബിൽഡിങ്ങിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട് അല്ലെ? നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫ്രീക്വൻസി പ്ലോട്ട് ചെയ്യുമ്പോൾ അതിനൊരു വേവ് വരികയാണെങ്കിൽ നമ്മുടെ എക്സൈറ്റിംഗ് ഫ്രീക്വൻസിയുടെ വേവും കൂടിയിട്ട് തുല്യമാവുമ്പോൾ എന്താ സംഭവിക്കുക? ആരാ പറഞ്ഞുതരാൻ പോണേ എനിക്ക്? നമ്മുടെ ബിൽഡിങ്ങിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈ വരുന്ന ഫോഴ്സിന് ഒരു എന്തുണ്ടായിരിക്കും? ഒരു ഫോഴ്സിനൊരു അല്ലെ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ആ ഫ്രീക്വൻസി തുല്യമാവുമ്പോൾ ഒരു പ്രശ്നം സംഭവിക്കും. ആ പ്രശ്നത്തിന് എന്ത് പേരാ പറയാ നമ്മള്? ആർ വെച്ചിട്ടൊരു ടേം ആണ്. എന്തായിരുന്നു? റെസോണൻസ് കേട്ടിട്ടുണ്ടോ? റെസോണൻസ് ആണ് കേട്ടോ. കേൾക്കുന്നില്ലേ? സുജീഷ് പറയുന്നത് കേൾക്കുന്നില്ലേ? ഒന്ന് പറയോ? മൈക്ക് ഓൺ ചെയ്തിട്ട്. കേൾക്കുന്നുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ നമ്മുടെ ഓക്കെ. അപ്പൊ എന്താ ഈ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം വെൻ ഇറ്റ് കോയിൻസൈഡ് വിത്ത് ദി എക്സൈറ്റിംഗ് ഫ്രീക്വൻസി ഓർ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി, എന്തുണ്ടാവുക? ആ ഒരു ഫ്രീക്വൻസി അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് കൂടും. അതായത് വൈബ്രേഷന്റെ ആംപ്ലിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ നമ്മുടെ സാധനം തകർന്നു വീഴും, കൊളാപ്സ് ചെയ്യും. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരിക. മനസ്സിലായോ? അപ്പൊ ഈ റെസോണൻസിന്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ, ഇങ്ങനെ ആർമി മെൻ ഒക്കെ പണ്ട് ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്യണ സമയത്ത് എവിടെ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ ആ ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ട്രക്ചറൽ യൂണിറ്റിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടായിരുന്നു. ഇവരിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ അതിലിങ്ങനെ വാക്ക് ചെയ്യുമ്പോൾ, നടന്നു പോയപ്പോൾ സ്റ്റാമ്പ് ചെയ്തപ്പോൾ അവിടെ അവരുടെ ആ ഒരു ഇമ്പാർട്ടഡ് ഡൈനാമിക് ഫോഴ്സ് അല്ലെ? അപ്പൊ അങ്ങനെ ആയപ്പോൾ എന്തുണ്ടായി? ആ എക്സൈറ്റിംഗ് ഫ്രീക്വൻസി ഈ നാച്ചുറൽ ഫ്രീക്വൻസി ഇതായപ്പോൾ അത് പൊളിഞ്ഞു പോയി. അങ്ങനെയൊക്കെയാണ് റെസോണൻസിനെ നമ്മൾ പറയുന്നത്. അപ്പോഴാണ് തോന്നുന്നു റെസോണൻസ് ഉള്ള വേർഡൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയത്. കാരണം ആ സ്റ്റഡിയിൽ നിന്ന് ഇൻഫർ ചെയ്യാൻ പറ്റി. മനസ്സിലായോ? അപ്പൊ ആ സ്ട്രക്ചർ ഇതാവും. അപ്പൊ അവിടെ ഡൈനാമിക് ഫോഴ്സ് വരുമ്പോഴാണ് നമ്മൾ ഈ റെസോണൻസ് ഉള്ള രീതിയിലൊക്കെ വരുന്നത്. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ സിസ്റ്റത്തിന് ഡൈനാമിക്കലി സേഫ് ആവണമെങ്കിൽ എന്തുണ്ടാവണം? നമ്മുടെ ഈ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയും, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ മെഷീൻസിനാണ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. ബിൽഡിംഗ് എർത്ത് ക്വേക്കിനൊക്കെ എന്താ പറയുക? എർത്ത് ക്വേക്കിനൊക്കെ നമ്മൾ എന്താ പറയുക? എക്സൈറ്റേഷൻ ഫ്രീക്വൻസി അല്ല? എക്സൈറ്റേഷൻ ഫ്രീക്വൻസി. ഇതിനെ രണ്ടിനെ വിഭിന്നമാക്കണം. അതായത് ഈ ഫ്രീക്വൻസി ആ ഫ്രീക്വൻസി കൂട്ടിമുട്ടരുത്, തുല്യമാവരുത്. തുല്യമായാലാണല്ലോ പ്രശ്നം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ എർത്ത് ക്വേക്കിന്റെ ഫ്രീക്വൻസി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബിൽഡിങ്ങിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഒന്നുകിൽ കുറയ്ക്കുക, കൂട്ടുക, അങ്ങനെ എന്തെങ്കിലും മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ മറ്റേ സ്ഥാനത്ത് നിന്ന് അതിനെ വ്യത്യസ്തമാക്കണം. അപ്പം നിങ്ങൾ ഒരു ഇപ്പോൾ ടോൾ ബിൽഡിങ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും യൂഷ്വലി ഇങ്ങനെ വലിയ സ്ട്രക്ചേഴ്സും മൾട്ടി സ്റ്റോറേജ് സ്ട്രക്ചേഴ്സും ടോൾ ബിൽഡിങ്സും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഡൈനാമിക് അനാലിസിസ് പെർഫോം ചെയ്യണം. അപ്പൊ അതിന്റെ ഈ ഒരു റെസോണൻസ് വരരുത്, ആംപ്ലിറ്റ്യൂഡ് അൺഡിസൈറബിൾ ആവരുത്. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിന്റെ നോളജ് വേണം. മനസ്സിലായോ? അപ്പൊ എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പറ്റുക? നമ്മുടെ ഒമേഗ എൻ ആണല്ലോ നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസി. ഒമേഗ എൻ ഈക്വൽ ടു റൂട്ട് കെ ബൈ എം എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിന്റെ മാസിനെ മോഡിഫൈ ചെയ്യാം അല്ലെ? ബിൽഡിങ്ങിന്റെ മാസ് ഒക്കെ അല്ലെ, നമ്മളൊക്കെ യൂണിറ്റ് മീൻസ് ലൈറ്റ് വെയിറ്റ് അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഓപ്പണിങ്സ്, വിൻഡോ ഡോർ ഓപ്പണിങ്സ്, അതിനെയൊക്കെ നമുക്ക് ഒന്ന് ചെയ്യാം. പിന്നെ പല രീതിയിലും ചെയ്യാലോ. മാസ് കുറയ്ക്കുക, മീൻസ് മോഡിഫൈ ചെയ്യണ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ എം ബൈ ഒമേഗ എൻ ഈക്വൽ ടു റൂട്ട് കെ ബൈ എം. അതുപോലെ കെ എന്ന് പറയുന്നത് അതിലുള്ള കോളംസ് അങ്ങനത്തെ സാധനങ്ങളുടെ സ്റ്റിഫ്നെസ് ആണ്. ഓക്കെ, അപ്പൊ ആ സ്റ്റിഫ്നെസ്സിനെ നമുക്ക് അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. അസൈൻമെന്റിൽ വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ഹൗ ക്യാൻ യു ഇംപ്രൂവ് ദി സ്റ്റിഫ്നെസ് അല്ലെ? ഇപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ എൻ ഈക്വൽ ടു റൂട്ട് കെ ബൈ എം ആണ്. അപ്പോൾ ഒമേഗ എൻ കൂട്ടണമെങ്കിൽ സ്റ്റിഫ്നെസ് കൂട്ടിയാൽ മതി.
ഇനി ഒമേഗൻ കുറയ്ക്കുകയാണ് ആ ഒരു സിനാരിയോയിൽ നമുക്ക് ചെയ്യേണ്ടെങ്കിൽ കെ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടി വരിക. മനസ്സിലായോ? അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് ഈ സ്റ്റിഫ്നെസ് പറയുമ്പോൾ അതിന്റെ എന്താണ് ഒരു റിജിഡിറ്റി അല്ലെ, ആ ബിൽഡിംഗ് എലമെന്റ്സിന്റെ റിജിഡിറ്റി നമുക്ക് വേരി ചെയ്യാൻ പറ്റും. അതിപ്പോ അതിന് ഫ്രെയിം അങ്ങനെ പലതൊക്കെ ട്യൂബുലാർ സ്ട്രക്ചർ അങ്ങനെയൊക്കെ പറയില്ലേ നമ്മള്. അപ്പൊ അതിന്റെ അല്ലെങ്കിൽ ബീമിന്റെ ഒക്കെ ഡയമെൻഷൻസ് ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ വേറെ ട്യൂബുലാർ സ്ട്രക്ചറോ കോമ്പോസിറ്റ് സ്ട്രക്ചേഴ്സോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ കെനെ നമുക്ക് ഫേവറബിൾ ആക്കിയിട്ട് നമ്മുടെ ഈ സംഭവം സെറ്റ് ആക്കാൻ പറ്റും. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു വൈബ്രേഷൻ സ്റ്റഡീസിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ഇതാണ്, ആ റെസൊണൻസ് സംഭവത്തിനെ ഒഴിവാക്കുക. സോ ദാറ്റ് റെസൊണൻസ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ദി കൊളാപ്സ് ഓഫ് ദി സ്ട്രക്ചർ. മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലാസ്റ്റിക് മൂവ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഇൻ ഇലാസ്റ്റിക് മീഡിയം. ഒരു വൈബ്രേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ, നമുക്കറിയാം സിമ്പിൾ പെൻഡുലത്തിന്റെ വൈബ്രേഷൻ അല്ലെ. ഒരു പാർട്ടിക്കിള് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇതിനെ മാറുന്നതിനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയാം. അപ്പൊ അത് ബിൽഡിംഗ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് നടത്താൻ പാടില്ലല്ലോ എർത്ത് ക്വേക്ക് ലോഡൊക്കെ വരുമ്പോൾ. അപ്പോൾ അത് ആ ഒരു ലോഡ് എന്ന് പറയുന്നത് എർത്ത് ക്വേക്ക് പറയുന്ന ലോഡ് കൊണ്ടാവാം, നാച്ചുറൽ കോസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ആയിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടർബൈൻസ് ഒക്കെ അങ്ങനത്തെയൊക്കെ ബിൽഡിങ്സ് ആണെങ്കിൽ നമ്മൾ എന്തായാലും അതിന്റെ ഡൈനാമിക് അനാലിസിസ് ചെയ്യണം. അതായത് ഇപ്പോൾ ജനറേറ്റേഴ്സ്, ടർബൈൻസ്, മെഷീൻസ്, ലാർജ് മെഷീൻസ് ഒക്കെ അല്ലേ, നമ്മുടെ ഫോർജ് ഹാം അങ്ങനത്തെയൊക്കെ ഇല്ലേ, ഇമ്പാക്ട് മെഷീൻസ്, അല്ലെങ്കിൽ വലിയ മെഷീനറീസ് ഒക്കെ, മെഷീനറി ഫോർജിങ് അങ്ങനെ മറ്റേ അങ്ങനത്തെയൊക്കെ വലിയ വലിയ മെഷീൻസ് ഒക്കെ ഉള്ളതില്ലേ. അപ്പൊ അങ്ങനെയുള്ള ബിൽഡിങ്ങിലൊക്കെ അങ്ങനത്തെ ബിൽഡിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചെയ്യണം. കാരണം അവിടെയൊക്കെ എപ്പോഴും ഈ ഒരു ഇമ്പാക്ട് ഫോഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ആ ബിൽഡിംഗ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഡൈനാമിക് അനാലിസിസ് എന്തായാലും ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ കണ്ടോ, നാച്ചുറൽ കോസ് ആയിട്ടുള്ള എർത്ത് ക്വേക്ക് കാരണം അല്ലെങ്കിൽ മെക്കാനിക്കൽ കോസസ് കാരണമൊക്കെ ഈ പ്രശ്നങ്ങൾ, വൈബ്രേഷൻസിന്റെ ഇഷ്യൂസ് വരാം. വൈബ്രേഷൻസ് കൂടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതിന്റെ ഡാമേജസ് ഉണ്ടാവും അല്ലെ. ഓക്കെ അല്ലേ? ആരോ ജോയിൻ ചെയ്ത പോലെ ഒരു ഞാനും മിസ് കട്ടായി പോയതാ. ഓക്കെ ശരി. ഫറത്തുള്ള അത് കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ അല്ലേ? ലൈനിലുണ്ടല്ലോ അല്ലെ? ഓക്കെ. ശരി. അപ്പൊ അതാണ് നമ്മുടെ എന്താ പറയാ, ഇത് ഈ സ്ലൈഡ് പഠിക്കുക കേട്ടോ, വൈബ്രേഷൻസിന്റെ സ്റ്റഡീസ്. ഇനി ഇതും പഠിക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ കണ്ടിന്യൂഡ് അടുത്ത ഇതിന്റെ ബാക്കി ഭാഗം തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഈ വൈബ്രേഷൻ സ്റ്റഡീസിൽ നമ്മൾ ഡൈനാമിക് ഫോഴ്സസ് ഏതൊക്കെയായിരിക്കാം? വിൻഡ് അല്ലെ, നമ്മുടെ ടോൾ ബിൽഡിങ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അറിയാലോ, താഴത്തെ നിലയിലത്തെ കാറ്റ് പോലെയല്ല മുകളിലത്തെ നിലയിലെ കാറ്റുകൾ അത് വരിക. അപ്പൊ വിൻഡ് ലോഡ് എന്ന് പറയുന്നത് വേരി ചെയ്യും അല്ലെ. അതുപോലെ എർത്ത് ക്വേക്ക്, മെഷീനറി, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫോഴ്സസിനെയൊക്കെ, ഡൈനാമിക് ഫോഴ്സസിനെ എങ്ങനെയൊക്കെ നമ്മുടെ സ്ട്രക്ചർ ഇത് ചെയ്യും എന്നുള്ളതിനെ, സ്ട്രക്ചറിൽ ഇത് ഈ ലോഡുകളൊക്കെ വരുമ്പോൾ ഹൗ ദി ബിൽഡിംഗ് ബിഹേവ്സ്, ആ ഒരു സ്റ്റഡീസ് ഒക്കെയാണ് ഈ വൈബ്രേഷൻ സ്റ്റഡീസിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. റെസൊണൻസ് ഉണ്ടാവും, ഫെയിലിയർ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡൈനാമിക് അനാലിസിസ് ഇസ് വെരി വൈറ്റൽ, ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെ, നമ്മുടെ എർത്ത് ക്വേക്ക് ഒക്കെ വരുന്ന നോർത്ത് ഈസ്റ്റേൺ ആ മേഖലയിലൊക്കെ ബിൽഡിംഗ് ഒക്കെ വെക്കുമ്പോൾ ഡെഫിനറ്റ്ലി യു ഷുഡ് ബി എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഡൈനാമിക് അനാലിസിസ് ഒക്കെ എന്തായാലും സ്റ്റഡി ചെയ്യണം അല്ലെ. നമ്മൾ ഈ പഠിക്കുന്ന സബ്ജക്റ്റിലെ കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ പിന്നെ അതുപോലെ വിൻഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ടോൾ ബിൽഡിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെയും നമുക്ക് ഡൈനാമിക് അനാലിസിസിന്റെ ഉപയോഗം വരും. മനസ്സിലായോ? ഇനി ഇവിടെ പറയുന്നത്, ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് IS 456 രണ്ടും കൂടി ചെയ്യില്ല കേട്ടോ. ഒന്നെങ്കിൽ എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ് ആയിട്ട് ചെയ്യും, ഇപ്പോ അല്ലെങ്കിൽ വിൻഡ് റെസിസ്റ്റൻസ്, ആ രീതിയിലേ ചെയ്യുള്ളൂ. രണ്ടും കൂടി ചെയ്യുന്ന കൺസർവേറ്റീവ് ഡിസൈൻസ് ഒന്നും നമ്മുടെ കയ്യിലില്ല, മീൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ നമുക്ക് ഇതർ EQ ലോഡ് ആ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ WL വിൻഡ് ലോഡ് അങ്ങനെ ചെയ്യാം. രണ്ടും കൂടി ചെയ്താൽ ഭയങ്കര അത്രയ്ക്കും റിജിഡ് ആയിട്ടൊന്നും നമ്മൾ ചെയ്യില്ല, അതിന്റെ ആവശ്യം ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് ചെയ്യാന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഈതർ ദിസ് ഓർ ദിസ് എന്നുള്ള രീതിയിലാണ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് പറയുന്നത് എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ് ഡിസൈനിങ്, എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ് ആക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഒരു എർത്ത് ക്വേക്ക് വരുമ്പോൾ ഇപ്പൊ നിങ്ങൾ വൈബ്രേഷൻ ഐസൊലേഷൻ എന്നുള്ളൊരു വാക്ക്, ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തോളൂ, വൈബ്രേഷൻ ഐസൊലേഷൻ ടെക്നിക്ക് കേട്ടോ. അപ്പൊ അതില് നമ്മൾ പറയുന്നത്, ഇപ്പൊ ജപ്പാനിലൊക്കെ ബിൽഡിങ്സിന്റെ താഴെ അവര് രണ്ട് നമ്മുടെ ഫൂട്ടിങ്ങിന്റെയും ബേസ്മെന്റിന്റെ ഇടയിൽ ഒരു ഇലാസ്റ്റോമർ എന്ന് പറയുന്ന ഒരു കണക്ഷൻ വെക്കും.
അതെന്ന് പറയുന്ന ഒരു റബ്ബർ പൗണ്ടിങ്ങിന്റെ ഇടയിൽ ഒരു സ്പ്രിങ് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. സ്പ്രിങ് പോലെ അതിന്റെ ഇടയിൽ റബ്ബർ കുഷ്യനിങ്ങിന്റെ ഇടയിൽ സ്പ്രിങ്. ഓക്കെ, അപ്പൊ എർത്ത് ക്വേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കും? അത് അങ്ങോട്ട് പോകും. എർത്ത് ക്വേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് റിസ്റ്റോർ ചെയ്യും. അപ്പൊ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ, അല്ലെ, അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലേ നമ്മൾ മൊബിലൈസ് മീൻസ് വി ഇൻഡ്യൂസ്ഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ ഓർഡർ ടു കൗണ്ടർ ദി എർത്ത് ക്വേക്ക്. അപ്പൊ എപ്പോഴും ഈ എർത്ത് ക്വേക്ക് ഡിസൈൻ, എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ് ഡിസൈനിൽ ഫ്ലെക്സിബിൾ അപ്രോച്ച് ആണ് നമ്മൾ ചെയ്യുക. വിൻഡ് റെസിസ്റ്റന്റ് ആക്കാനായിട്ട് ഡൈനാമിക് അനാലിസിസിലൊക്കെ നമ്മൾ സ്റ്റിഫ്നെസ് അപ്രോച്ചാണ് ചെയ്യുക. കാരണം വിൻഡ് വരുമ്പോൾ സ്റ്റിഫായിട്ട് അത് നിൽക്കുക ചെയ്യേണ്ടത്, അല്ലെ. അതുകൊണ്ട് തന്നെ സ്റ്റിഫ്നെസ് അപ്രോച്ച് ആണ് അവിടെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഒക്കെയാണ് നമ്മുടെ വൈബ്രേഷൻ സ്റ്റഡീസിന്റെ റിലവൻസ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു കുഞ്ഞൊരു കാര്യം നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്തത് നമ്മൾ ക്ലാസ്സിലെടുത്ത അടുത്ത ഇത് പറയുമ്പോൾ നമ്മുടെ സബ്ജക്ട് ഡൈനാമിക് സ്ട്രക്ചറൽ ഡൈനാമിക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഡൈനാമിക് ലോഡ് എന്ന് അറിയണം. ഓക്കെ, അപ്പൊ അത് എല്ലാം തിയറി ആട്ടോ ഇപ്പൊ കവർ ചെയ്യാം നമ്മൾ. അപ്പോൾ എന്താണ് ഈ ഡൈനാമിക് ലോഡ്? നമ്മൾ പറഞ്ഞു എക്സാമ്പിൾ ഒക്കെ നമുക്ക് അറിയാം. എർത്ത് ക്വേക്ക് ലോഡ്, വിൻഡ് ലോഡ്, അതൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് അറിയാം. ഇനി അതിനെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ വാട്ട് ഈസ് ഡൈനാമിക് ലോഡ്? ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് വരച്ചിരിക്കുന്ന കണ്ടോ? എക്സാമ്പിൾ അല്ല, അതിന്റെ ഒരു സ്കീമാറ്റിക് അതായത് ഇവിടെ ടി എന്നാണ് കേട്ടോ, അത് മാറിപ്പോയതാണ്. ഓക്കെ, കണ്ടോ? ഇവിടെ ടി ആണ്. അതായത് ആ ഫോഴ്സ് നമ്മൾ ആ പറയുന്ന ഡൈനാമിക് ഫോഴ്സ് ഓർ ഡൈനാമിക് ലോഡ് ഈസ് ദാറ്റ് തിങ് വിച്ച് വേരിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. കണ്ടോ, ഇവിടെ ഫോഴ്സിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം പ്ലോട്ട് ചെയ്യാണ്. അതായത് ഒരു ബിൽഡിങ്ങിൽ ഒരു സെക്കൻഡ്, ഫസ്റ്റ് സെക്കൻഡിൽ കണ്ടോ 0 ആയിരുന്നു ലോഡ്, 0th സെക്കൻഡിൽ 0 ആയിരുന്നു. ഒരു സെക്കൻഡ് ആയപ്പോൾ കണ്ടോ ഇത്ര കൂടി, അടുത്ത രണ്ടാമത്തെ സെക്കൻഡിൽ ഇവിടെ വന്നു, മൂന്നാമത്തെ സെക്കൻഡ് വന്നപ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയാണ് ചെയ്തത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ആ ഫോഴ്സ് അവിടെ വേരി ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഡയഗ്രാം വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താ ഇതിന്ന് മനസ്സിലായി നിങ്ങൾക്ക്? വി ആർ representing the variation of force if we are representing the variation of force with respect to time. ഒരു വേരിയേഷൻ ഇങ്ങനെ അല്ലേ, ഇങ്ങനെയൊക്കെ വരുന്ന എർത്ത് ക്വേക്ക് ലോഡിലൊക്കെ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ മാത്രമാവില്ല കേട്ടോ, വേറെ കുറെ പാറ്റേൺസ് നമ്മൾ കാണും. ഇങ്ങനെ ടൈം വെച്ചിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുക. നേരെ മറിച്ച് നമ്മുടെ ഇതാണെങ്കിലോ, നമ്മുടെ സ്റ്റാറ്റിക് ലോഡ്, ഇപ്പൊ നമ്മളൊരു ബീമില് ലോഡ് അപ്ലൈ ചെയ്തു എന്ന് പറയാണ്. ഒരു ബീം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച്, നമ്മുടെ ഒരു ബീം, ഒരു നമ്മൾ ഇരിക്കുന്ന ബെഞ്ചിന്റെ മുകളിൽ നമ്മൾ കയറിയിരിക്കുകയെന്ന് വിചാരിച്ചോളൂ. ബെഞ്ചിന്റെ മുകളിൽ നമ്മൾ കയറിയിരിക്കുകയാണെങ്കിൽ അതിന്റെ വേരിയേഷൻ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പൊ ഇതാണ് ബെഞ്ച്, ഒരു ബെഞ്ച് ഉണ്ട്, ഒരു ബീം. ഓക്കെ, സോറി വളഞ്ഞു പോയി. ഒരു ബെഞ്ച് എന്തെങ്കിലും അതിൽ നമ്മളൊരു ലോഡ് അല്ലെ, നമ്മള് ഇരിക്കുകയെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ ലോഡാണ് അവിടെ വന്നത്. അപ്പൊ ഇതിന്റെ വേരിയേഷൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാ വരിക? അവിടെ വല്ല വേരിയേഷനും വരുമോ? ഞാനിത് ആക്സിസ് ഒക്കെയാണ് വരയ്ക്കുന്നത് കേട്ടോ. ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണ്. ഇത് എക്സ് ആക്സിസ്, ഇത് എക്സ് വൈ. അപ്പോൾ ആ ഫോഴ്സിന്റെ വേരിയേഷൻ ഇവിടെ എഫ് ഓഫ് ടിയും ഇത് ഈ സാധനം കേട്ടോ, എഫ് ഓഫ് ടി ഇവിടെയും ടൈം ഇവിടെയും വരികയാണെങ്കിൽ അതെന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കില്ലേ? അത് മാറില്ലല്ലോ. ആ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എത്ര നേരം ഇരുന്നാലും അവിടെ വേരിയേഷൻസ് ഒന്നും വരുന്നില്ലല്ലോ. മനസ്സിലായോ? പക്ഷെ അതുപോലെ ഇല്ലല്ലോ, എർത്ത് ക്വേക്ക് ലോഡ് എന്ന് പറയുമ്പോൾ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ലോഡുകളൊക്കെ സ്റ്റാറ്റിക് ലോഡ്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ടൈം മാറിയാലും അതിന്റെ എന്ത് മാറുന്നില്ല? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പൊസിഷനും ഒന്നും മാറുന്നില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇതിനെ പറയാൻ പോകുന്നത്. ലോഡ് വിച്ച് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം മാറുമ്പോൾ ലോഡിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനെ ഡൈനാമിക് ലോഡ് എന്ന് പറയും. പക്ഷേ ലോഡ് എന്ന് പറയുന്ന ഒരു വെക്ടർ ആയതുകൊണ്ട് ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, ലോഡിന്റെ ഡയറക്ഷനും മാറിക്കൊണ്ടിരിക്കും, മാഗ്നിറ്റ്യൂഡും മാറിക്കൊണ്ടിരിക്കും, പൊസിഷനും മാറിക്കൊണ്ടിരിക്കും. അത്തരം ഫോഴ്സിനെയാണ് നമ്മൾ ഡൈനാമിക് ലോഡ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? ഇനി എക്സാമ്പിൾസ് ആയിട്ട് ഏതൊക്കെ പറയാം? അപ്പൊ നമുക്ക് അറിയാം, എല്ലാം അറിയാം. എർത്ത് ക്വേക്ക്, ബ്ലാസ്റ്റ് ലോഡ്, സീ വേവ്സ്. അതുപോലെ ഉണ്ട് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന അവിടുത്തെ ഒരു വേവ് വരയ്ക്കുകയാണെങ്കിൽ അത് നമ്മൾ പഠിക്കും കേട്ടോ. അടുത്ത സ്ലൈഡിൽ നമ്മൾ അതാണ് പഠിക്കണേ. സീ വേവ്സ് ഉണ്ടോ? സീയിലൊക്കെ നമ്മുടെ ബ്രിഡ്ജ് പിയേഴ്സിന്റെ ഒക്കെ അവിടെ നമ്മുടെ സീ വേവ്സിന്റെ ആക്ഷൻസ് വരുമ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാം ഒരു വേരിയേഷൻസ് വരും അല്ലെ. ഇമ്പാക്ട് ലോഡ്സ്, ഹെവി ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ വരുന്ന ഇമ്പൾസീവ് ഫോഴ്സസ്, ഇതൊക്കെ നമ്മുടെ ഡൈനാമിക് ലോഡിന് ഉദാഹരണങ്ങളാണ്. ക്ലിയർ അല്ലേ? അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ ഡൈനാമിക് ലോഡ് എന്താന്ന് കണ്ടു. ഇനി ഡൈനാമിക് ലോഡിന്റെ ടൈപ്സ് പഠിക്കണം. ഓക്കെ, സുജീഷ് ഒന്ന് പറഞ്ഞേ, ഇവിടെ എന്താ ഇവിടെ എഴുതിച്ചിരിക്കണത്? എനിക്ക് സ്ലൈഡ് കാണുന്നില്ലേന്നൊന്ന് വെരിഫൈ ചെയ്യാനാണ്. ഇതെന്തായിരുന്നു ഈ വേർഡ്? പ്രിസ്ക്രൈബ്ഡ് ലോഡ് ആണോ? അതെ അതെ അതെ.
കേട്ടോ. അപ്പൊ നമ്മൾ പഠിക്കുന്ന 2 തരം ലോഡുകളുണ്ട്, പ്രിസ്ക്രൈബ് ലോഡും റാൻഡം ലോഡ്. അതായത് ഡൈനാമിക് ലോഡിന്റെ കാറ്റഗറൈസേഷൻ. പ്രിസ്ക്രൈബ് ലോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ടൈം വേരിയേഷൻ ഫുള്ളി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് പ്രിസ്ക്രൈബ് ലോഡ് എന്ന് പറയുക. അപ്പൊ എല്ലാം അറിയാമെങ്കിൽ അതിന്റെ അനാലിസിസ് എങ്ങനെയായിരിക്കും, അത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഡിറ്റർമിനിസ്റ്റിക് അനാലിസിസ് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി റാൻഡം ലോഡ് എന്ന് പറയുന്ന ഡൈനാമിക് ലോഡ് എന്താണ്, അതിന്റെ ടൈം വേരിയേഷൻ എങ്ങനെയാണ് അത് വേരി ചെയ്യാന്നുള്ളത് നമുക്ക് പൂർണ്ണമായും ഒന്നും അറിയില്ല. അപ്പൊ അതിന്റെ അനാലിസിസ് ഒക്കെ നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കും. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കണം. ദിസ് ഈസ് ദ ടൈപ്സ് ഓഫ് ഡൈനാമിക് ലോഡ്. ഇനി ഈ പ്രിസ്ക്രൈബ് ലോഡാണ് നമ്മൾ ആദ്യം പഠിച്ച ലോഡ്, ഡൈനാമിക് ലോഡ്. അതിന്റെ ഒരു 2 ടൈപ്പ് വരുന്നുണ്ട്. ദർ ആർ 2 ടൈപ്സ് ഓഫ് പ്രിസ്ക്രൈബ് ലോഡ്, പീരിയോഡിക്കും നോൺ പീരിയോഡിക്കും. പീരിയോഡിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരേ അതായത് the loads exhibit the same time variation successively for large number of cycles. അതായത് ലാർജ് നമ്പർ ഓഫ് സൈക്കിൾസിൽ ഒരേപോലെ അതിന്റെ ലോഡ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കണ്ടോ ഇതാണ് കേട്ടോ, കണ്ടോ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ വന്നു, അടുത്ത ഇതിൽ വന്നപ്പോഴും അതേപോലെ തന്നെ വന്നു, വീണ്ടും അടുത്തതിൽ അതേപോലെ വന്നു. ഓക്കെ, ഇതും അത് തന്നെയാണ്, ഇതേപോലെ ഇങ്ങനെ വന്നു, ഇനി വീണ്ടും അതേ സൈക്കിൾ അതേപോലെ, അതേ മാഗ്നിറ്റ്യൂഡും എല്ലാം ഒരേപോലെ, അതിന്റെ ലാംഡയും ആംപ്ലിറ്റ്യൂഡും എല്ലാം ഒരേപോലെ തന്നെ ഇങ്ങനെ ഇത് യൂണിഫോം ആയിട്ട് അതേ ഒരുപോലെ പാറ്റേൺ പോവുകയാണെങ്കിൽ പീരിയോഡിക് ആണ്. ഇനി ഇതും അതേപോലെ തന്നെ അല്ലേ, കണ്ടോ ഇവിടെ കണ്ടോ, ഇത് ഇവിടെ ഒരു കുനിപ്പ് കാണാം, അതേപോലെ അവിടെ എത്തുമ്പോൾ വീണ്ടും അത്. അപ്പൊ അങ്ങനെയുള്ള ഫോഴ്സിനെയാണ് നമ്മൾ പീരിയോഡിക് ഫോഴ്സ് പറയാം. മനസ്സിലായോ? ലോഡ്സ് എക്സിബിറ്റിംഗ് ദ സെയിം ടൈം വേരിയേഷൻ, ഒരേപോലെ ലാർജ് നമ്പർ ഓഫ് സൈക്കിൾസിൽ റിപ്പീറ്റ് അടിച്ച് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ പീരിയോഡിക് എന്ന് പറയും. എക്സാമ്പിൾ സൈനസോയിഡൽ വേവ്സ് ഒക്കെ. സൈനസോയിഡൽ വേവ് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ, കണ്ടോ ഇതൊക്കെ സൈനസോയിഡൽ വേവിന്റെ ഉദാഹരണങ്ങളാണ്. അത് കണ്ടോ, ഇതിപ്പോ നമ്മൾ പഠിക്കും സൈനസോയിഡൽ വേവ്. ഇത് കണ്ടോ, സിനുസോയിഡൽ വേവ്സ് എന്ന് പറയുന്ന സൈനസോയിഡൽ വേവ്സ് പീരിയോഡിക് ആണ്. ഓക്കെ, ഇനി നോൺ പീരിയോഡിക് എന്ന് പറയുമ്പോൾ ഒരേപോലെ അല്ല. മനസ്സിലായോ? ദ ലോഡ്സ് ഡസ് നോട്ട് എക്സിബിറ്റ് ദ സെയിം ടൈം വേരിയേഷൻ. ലാർജ് നമ്പർ ഓഫ് സൈക്കിൾസിൽ ഒരേപോലെ അല്ല, ഒരേപോലത്തെ വേരിയേഷൻ അല്ല. അതെന്ന് പറയുന്നത് ചിലപ്പോൾ ഷോർട്ട് ഡ്യൂറേഷൻ ആവും. ഇവിടെ ലോങ് സൈക്കിൾസിൽ അത് എക്സിബിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് പെട്ടെന്ന് തീരും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറെ ടൈമും അതിന് എടുക്കാം. ഷോർട്ട് ഡ്യൂറേഷൻ ആവാം, അല്ലെങ്കിൽ ലോങ് ഡ്യൂറേഷൻ ആവാം ഈ ഒരു വേവിന്റെ സംഭവം. ഇതാവുമ്പോൾ ഒരു എപ്പോഴും ലോങ് ഡ്യൂറേഷനിലാണ് വരിക പീരിയോഡിക് ആകുമ്പോൾ കേട്ടോ. ഇനി നോൺ പീരിയോഡിക്കിന് ഇതുണ്ടോ, നമ്മുടെ സീസ്മോഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. എർത്ത് ക്വൈക്കിന്റെ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? എർത്ത് ക്വൈക്ക് ഈ സെക്കൻഡിൽ ആലോചിച്ച് നോക്കോളൂ. ഇത് കണ്ടോ, ഇത്ര ഒരു 8 സെന്റിമീറ്റർ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ 2 സെന്റിമീറ്റർ ആയി, ഇവിടെ എത്തിയപ്പോൾ -4 സെന്റിമീറ്റർ ആയി. കണ്ടോ, ഓരോന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഓരോ സെക്കൻഡിലും അതിന്റെ ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്ത്തും ഒന്നും നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പൂർണ്ണമായും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെയാണ് നോൺ പീരിയോഡിക് എന്ന് പറയാം. ഇതെന്ന് പറയുന്നത് ഒരു ട്രാൻസിയൻ ലോഡ് എന്നാണ് പറയുന്നത്. അതായത് ബ്ലാസ്റ്റ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ കണ്ടോ, ആദ്യത്തെ ഇതില് ഭൂമിയിൽ ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു ബോംബ് വിസ്ഫോടനം നടന്നു വിചാരിച്ചോളൂ. അപ്പൊ ആദ്യം അത് കഴിഞ്ഞിട്ട് ഒരു പെട്ടെന്നായിരിക്കും അതിന്റെ ഒരു സഡൻ ഒരു ഫോഴ്സ് അവിടെ വരും. പിന്നെ അതിങ്ങനെ എന്താ പറയാ, ശുഷ്കായിട്ട് ഇങ്ങനെ പോവില്ലേ, അതിങ്ങനെ ആ ഒരു വേവ് ഇങ്ങനെ ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. അപ്പൊ അതിനെ ട്രാൻസിയൻ ലോഡൊക്കെ അതിനെ ഇതാണ് പറയും. ഇനി ഇത് എഗെയിൻ നമ്മൾ വീണ്ടും പീരിയോഡിക് എന്താന്ന് കണ്ടു, പക്ഷെ അതിനെ തന്നെ ഒന്നും കൂടി ഈ സ്ലൈഡിൽ പറയുന്നുണ്ട്. പീരിയോഡിക് ലോഡ് എന്ന് പറയുമ്പോൾ കണ്ടോ, ലോഡ്സ് ഓൺ ദി പ്രൊപ്പലർ ഓഫ് ദി ഷിപ്പ്. ഓക്കെ, ഇതിലെ പീരിയോഡിക് ലോഡ് ഇപ്പൊ ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഇങ്ങനെ കർവ് പോലെ ആവണം എന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇതേപോലെയൊക്കെ രീതിയിലും വേരി ചെയ്യുമ്പോൾ അതും പീരിയോഡിക് ലോഡ് തന്നെയാണ്. ഇതൊക്കെ എക്സാമ്പിൾ ആണ്. അനാലിസിസ് ഡിറ്റർമിനിസ്റ്റിക് ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി റിതമിക് ഡാൻസിങ് അല്ലെ, ഡാൻസ് ചെയ്യുന്ന ആൾക്കാർ ഒരു താളത്തിലല്ലേ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക, 1 2 1 2 3 എന്ന് പറയുമ്പോൾ അവര് ദേ ആർ ഇമ്പാർട്ടിങ് ദ ഫോഴ്സ് അപ്പോൺ ദി ഫ്ലോർ. അപ്പൊ അതൊക്കെ റിതമിക് ഡാൻസിങ് ആണ്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാം. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ പീരിയോഡിക് ലോഡ് ആണ്. അപ്പൊ അത് ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ചിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക കേട്ടോ. ഇനി അടുത്തത് എന്ന് പറയുന്നത് അടുത്ത പീരിയോഡിക് ലോഡ് സൈനസോയിഡൽ വേവ് ആണ്. കണ്ടോ, അപ്പൊ അതെന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് മെഷീൻസിന്റെ ഒക്കെ ലോഡ്, ഓപ്പറേറ്റിംഗ് മെഷീൻസ് ലോഡ്സ് ഡ്യൂ ടു ദി ഓപ്പറേറ്റിംഗ് മെഷീൻ. അപ്പൊ അത് കാണിക്കുകയാണെങ്കിൽ എക്സാമ്പിൾ സൈനസോയിഡൽ വേവിന്റെ ഒരു എക്സാമ്പിൾ ആണ് അവിടെ വരിക. ഓക്കെ, അപ്പൊ അത് പഠിക്കുക. ഇനി അടുത്തത് എന്ന് പറയുന്ന റാൻഡം ലോഡില് കേട്ടോ, ഇങ്ങനെ ഇത് നമ്മുടെ സിസ്മോഗ്രാം ഒക്കെ പറയുന്ന പോലെ എർത്ത് ക്വേക്ക് വിൻഡ് ലോഡിന് വേവ്, സീ വേവ്സിന്റെ ഒക്കെ വേരിയേഷൻ ഇങ്ങനെയായിരിക്കും. റാൻഡം ആണ്, ഇറഗുലർ ആണ്, നോൺ പീരിയോഡിക്. അതുകൊണ്ടാണ് അതിനെ നോൺ പീരിയോഡിക് എന്ന് പറയുന്നത് കേട്ടോ, പീരിയോഡിക് അല്ലല്ലോ. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്തോളൂ. ഇനി അടുത്ത ട്രാൻസിയൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇത് റിപ്പീറ്റ് ചെയ്യില്ല, ഷോർട്ട് ഡ്യൂറേഷനിലാണ് വരിക.
പിന്നെ ഇത് റിപ്പീറ്റും ചെയ്യുന്നില്ല. ഒരു ബോംബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വരുന്ന ലോഡിനെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ കണ്ടോ അതൊരു പീക്ക് വരും. പിന്നെ അതിങ്ങനെ അത് ഡിമിനിഷ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. മനസ്സിലായോ? മാക്സിമം മോഷൻ വിൽ ഒക്കർ വിത്തിൻ ദി ഷോർട്ട് ഇന്റർവെൽ. മാക്സിമം അത് ഒരു ഷോർട്ട് ഇന്റർവെല്ലായിരിക്കും വരുന്നത്. ബ്ലാസ്റ്റ് ലോഡ് എക്സ്പ്ലോഷൻ ഒക്കെയാണ് നോൺ പീരിയോഡിക്. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിപ്പോ കണ്ടത് എന്താണ് ഡൈനാമിക് ലോഡ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡൈനാമിക് ലോഡ് എന്ന് കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്ന കാര്യം ഡൈനാമിക് ലോഡ് എന്താ എന്ന് കണ്ടു, ഡൈനാമിക് റെസ്പോൺസ് എന്താണെന്നാണ് കാണുന്നത്. ഓക്കെ, ഡൈനാമിക് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇത് കണ്ടോ, ഒരു സ്ട്രക്ചറിൽ ഡൈനാമിക് ലോഡ് വരുമ്പോൾ കണ്ടോ എഫ് ഓഫ് ടി വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ബിൽഡിങ്ങിൽ ഡൈനാമിക് ലോഡ് വരുമ്പോൾ അതിന്റെ തൽഫലമായിട്ട് എന്ത് വരും? അവിടെ ഡൈനാമിക് റെസ്പോൺസ് വരും അല്ലെ? ഒരു ബിൽഡിങ്ങിൽ നോക്കി നോക്കൂ, പെർത്ത് ക്വേക്കിന്റെ ലോഡ് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിന് എന്ത് സംഭവിക്കും? ഡിസ്പ്ലേസ്മെന്റ് വരില്ലേ? അതുപോലെ അതിന് വെലോസിറ്റി ചേഞ്ച് വരില്ലേ? ആക്സിലറേഷൻ വരും. അതുപോലെ അതിൻ്റെ ഉള്ളിൽ ഇന്റേണൽ സ്ട്രെസ്സസ് മൊബിലൈസ് ചെയ്യാൻ തുടങ്ങും. ഇന്റേണൽ ഷിയർ സ്ട്രെസ്, ഇന്റേണൽ ടോർഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ മൊബിലൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ ഡൈനാമിക് റെസ്പോൺസ് എന്ന് പറയുക. ഓക്കെ, ഇൻപുട്ട് എന്ന് പറയുന്നത് ഡൈനാമിക് ലോഡാണ്. ഡൈനാമിക് ലോഡ് വരുമ്പോൾ സ്ട്രക്ചറിൽ വരുമ്പോൾ അതിന്റെ തൽഫലമായിട്ട് ഡൈനാമിക് റെസ്പോൺസ് വരും. അപ്പോൾ ഡൈനാമിക് ലോഡ് എന്ന് പറയുന്നത് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ നിങ്ങളുടെ ഡൈനാമിക് റെസ്പോൺസും കണ്ടോ, ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി, അതും എന്തായിരിക്കും? ഇതിങ്ങനെ അതേപോലെ തന്നെ മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് ഡൈനാമിക് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു സിസ്റ്റം മോഡൽ ചെയ്യുമ്പോൾ നമ്മൾ ഡൈനാമിക്സിൽ ഒരു ഡൈനാമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. അതായത് ഇൻപുട്ട് ലോഡ്, അത് ആക്ട് ചെയ്യുന്ന സ്ട്രക്ചർ, അതിന്റെ റെസ്പോൺസ്, ഇതെല്ലാം ചേരുമ്പോഴാണ് നമ്മൾ ഇതിനെയാണ് നമ്മൾ ഡൈനാമിക് സിസ്റ്റം എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ നമ്മുടെ ഡൈനാമിക് റെസ്പോൺസ് എന്ന് പറയുന്നത് മനസ്സിലാക്കണം. എന്താ നമ്മൾ പറഞ്ഞ ആ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇന്റേണൽ ഫോഴ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഡൈനാമിക് റെസ്പോൺസ് വരിക. കണ്ടോ, ഇന്റേണൽ ഷിയർ സ്ട്രെസ്, ബെൻഡിങ് സ്ട്രെസ്, ടോർഷൻ, ആക്സിയൽ ഫോഴ്സസ്, ഇതൊക്കെയാണ് അതിന്റെ ഡൈനാമിക് റെസ്പോൺസ് വരിക. ഇനി നമ്മളൊരു പ്രോബ്ലം, ഈ ഒരു പ്രോബ്ലം ഡൈനാമിക് പ്രോബ്ലം ആണ് നിങ്ങൾ പറയണമെങ്കിൽ അപ്ലൈ ചെയ്ത ലോഡ് ഡൈനാമിക് ആയാൽ പോരാ, നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ഡൈനാമിക് ആയിരിക്കണം. അതായത് ഈ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ തന്നെ വന്നാലാണ്, ഡിസ്പ്ലേസ്മെന്റ് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദി എക്സ് ആക്സിസ് ആണെങ്കിൽ എന്തല്ല, നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഡൈനാമിക് അല്ല. ഓക്കെ, ഉത്തരം നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണെങ്കിലാണ് നമ്മുടെ ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഡൈനാമിക് ആണെന്ന് പറയുള്ളൂ. അപ്പൊ ആ ഒരു പോയിന്റ് ഇവിടെ നോട്ട് ചെയ്യണം. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. പ്രോബ്ലം ഇസ് ഡൈനാമിക് ഓൺലി വെൻ ദ റെസ്പോൺസ് ഇസ് ഡൈനാമിക്. മനസ്സിലായോ? അപ്പൊ അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്ട്രക്ചറിൽ ഡൈനാമിക് ലോഡിങ് വരുമ്പോൾ റെസ്പോൺസ് ഉണ്ടായിരിക്കും. അത് 99% ഡൈനാമിക് തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ ആ പ്രോബ്ലത്തിനെ ഡൈനാമിക് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് യുവർ റെസ്പോൺസ് ഷുഡ് ബി ഡൈനാമിക്. റെസ്പോൺസ് ഏതൊക്കെയാണ്? ഇത് കണ്ടോ, ഇതൊക്കെയാണ് ഇന്റേണൽ ഈ പറയുന്ന ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇതൊക്കെയാണ് അതിന്റെ ഡൈനാമിക് റെസ്പോൺസ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ ഇതുവരെയുള്ളത് ഓക്കെ അല്ലേ? ഇനി ഇതൊന്ന് ആരെങ്കിലും ഇതൊന്ന് വായിച്ചേ, ഹെഡിങ് ഒന്ന് വായിച്ചേ. നിങ്ങളത് കാണുന്നില്ലേ? ജസ്റ്റ് ആരെങ്കിലും പെട്ടെന്നൊന്ന് വായിക്കും. ഈ സ്ലൈഡിന്റെ ഒരു ടൈറ്റിൽ ഒന്ന് വായിച്ചാൽ നമുക്ക് ഈ ഒരു ടോപ്പിക് കവർ ചെയ്യാം. സ്ലൈഡ് കാണാല്ലേ? അപ്പൊ ഇത് കാണുന്നില്ലേ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡൈനാമിക് പ്രോബ്ലം അല്ലേ? അതാണോ? അതാർക്ക് കാണാത്തത്? ഇപ്പൊ കാണുന്നില്ലേ? എനിക്ക് ഒന്ന് കാണുന്നുണ്ട് അല്ലെ? ഞാൻ എന്തെങ്കിലും റെക്കോർഡിങ് എടുക്കുമ്പോ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് അത് ആ പ്രസന്റേഷൻ ഒന്ന് പിൻ ചെയ്താൽ മതി കേട്ടോ. എന്റെ പേര് 2 ഉണ്ടാവും, അതില് പ്രസന്റേഷൻ എന്നുള്ളത് പിൻ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ എപ്പോഴാണ് ഡൈനാമിക് പ്രോബ്ലം എന്ന് പറഞ്ഞു. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞേ? ആ റെസ്പോൺസ് ടൈം വേരിയിങ് ആയിരിക്കേണ്ടത് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞുള്ളൂ അല്ലെ? ടൈം വേരിയിങ് ആയിരിക്കണം, എന്നാലാണ് നമ്മൾ അതിനെ ഡൈനാമിക് എന്ന് പറയുള്ളൂ. സോ അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. യുവർ ഡൈനാമിക് ലോഡിംഗ് ഷുഡ് ബി ടൈം വേരിയിങ്, ഓൾസോ റെസ്പോൺസ് ഷുഡ് ബി ടൈം വേരിയിങ്. ഓക്കെ, അതുപോലെ ഇതിന് നോൺ യൂണിക് സൊല്യൂഷൻസ് ആണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ പറയാന്ന് വിചാരിച്ചോ, നമ്മളിപ്പോ ഒരു ബീമിൽ നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, അതിലൊരു സെൻട്രൽ ലോഡ് മിഡ് പോയിന്റിൽ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ താഴത്തെ ഡിഫ്ലക്ഷൻ എന്താണ്?
W ലോഡ് ആണെങ്കിൽ L സ്പാൻ ആണെങ്കിൽ WL3/48EI എന്ന് അറിയാം അല്ലേ? അതങ്ങനെയാണ്. ആ ഇക്വേഷൻ നമുക്കറിയാം. അത് W ലോഡ് അവിടെ വന്നു കഴിഞ്ഞാൽ WL3/48EI ആണ് അതിന്റെ ഉത്തരം. അപ്പൊ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം അവിടെയുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് ഒരു ബീം നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക. അതിലൊരു എർത്ത് ബീം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഒരു ബീം നിങ്ങൾ മനസ്സിലാലോചിക്കുക. അപ്പൊ നമ്മുടെ എർത്ത് ഹിറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ. എർത്ത് വേവ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പാമ്പ് പോകുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ? മനസ്സിലായോ? അപ്പൊ അത് ഇങ്ങനെ എന്താണ് ഒരു പോയിന്റിൽ തന്നെ ആലോചിച്ച് നോക്കൂ. ആ വേവിന്റെ ഈ ഭാഗം പോവും, ആ മറ്റേ ഭാഗം പോവും. ഓരോ ഫോഴ്സസും അതിനെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുമ്പോ എന്താണ് അതിനൊരു ഒരു ഒരു ഉത്തരമല്ലല്ലോ ഉണ്ടാവുക. ആ ഒരു ഇതിൽ തന്നെ ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് വരും. അതായത് ആ ഡിസ്പ്ലേസ്മെന്റ് അങ്ങനെ വരാം. അപ്പോഴേക്കും ആ ഫോഴ്സ് മിന്നി മറിഞ്ഞ് വേറെ ഫോഴ്സ് വരാം. അപ്പോൾ എന്തായി വേറൊരു റെസ്പോൺസ് വരും. മനസ്സിലായി? അതുകൊണ്ടാണ് ഇവിടെ ഡൈനാമിക് പ്രോബ്ലം ആണെങ്കിൽ അതിന് സ്റ്റാറ്റിക് പ്രോബ്ലത്തിനെ പോലെ സിംഗിൾ ഒരു യൂണീക്ക് ആൻസർ അല്ല, നോൺ യൂണീക്ക് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത ഫീച്ചർ ആയിട്ട് പറയുന്നത്. അതുപോലെ ഇതിൽ ഇനർഷ്യൽ ഫോഴ്സിനെയൊക്കെ നമ്മൾ അക്കൗണ്ട് ചെയ്യണം. ഇനർഷ്യൽ ഫോഴ്സിനെ കൺസിഡർ ചെയ്യണം. അത് നമ്മൾ പിന്നെ പഠിക്കും. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഡൈനാമിക് പ്രോബ്ലം. എപ്പോഴാണ് ഡൈനാമിക് പ്രോബ്ലം ആവുക? റെസ്പോൺസ് ഡൈനാമിക് ആവുമ്പോൾ. ഇനി എപ്പോഴാണ് അതിന്റെ അങ്ങനെ പറയുമ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് കൂടി പഠിച്ചു വെക്കാം. ക്ലിയർ അല്ലേ? ഇനി ജസ്റ്റ് നമ്മൾ അടുത്ത ഒരു സ്ലൈഡിൽ വേഗം എന്താണ് ഈ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള വ്യത്യാസം, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, കൂടുതൽ ഇനി പറയണ്ട. മറ്റേതിൽ ലോഡ് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ദി എക്സ് ആക്സിസ് ആയിരുന്നു. പക്ഷെ മറ്റേത് അങ്ങനെയല്ലല്ലോ, നമ്മുടെ സീസ്മോഗ്രാം പോലെ പോകുന്നു. ഇനി ഇവിടെ ഒരു ഉത്തരേ ഉള്ളൂ, ഒരു റെസ്പോൺസേ ഉള്ളൂ, പക്ഷെ അവിടെ മൾട്ടിപ്പിൾ ഉണ്ടായിരിക്കും. ഇനി യൂഷ്വലി സ്റ്റാറ്റിക്കിൽ നമ്മൾ എന്താ പറയുക, ബീമിലൊക്കെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ അല്ലേ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ റൊട്ടേഷൻ അറ്റ് ദി എൻഡ്സ് അതൊക്കെ കണ്ടുപിടിക്കും. അപ്പൊ അവിടെ യൂഷ്വലി വെദർ ഇറ്റ് ഈസ് ട്രാൻസ്ലേഷണൽ ഡിസ്പ്ലേസ്മെന്റ്, റൊട്ടേറ്ററി ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും അതിന്റെ ആൻസർ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പൊ എർത്ത് ക്വേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിന്റെ എന്താ നോക്കുക, ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ അതിൽ ഒരു വൈബ്രേഷൻ അല്ലേ വന്നേ, വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി, ആ ഒരു സ്ട്രക്ചറിന്റെ ആക്സിലറേഷനിലുള്ള ചേഞ്ച്, ഇങ്ങനെ പല റെസ്പോൺസസും നമ്മൾ കണ്ടുപിടിക്കണം, വരയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഡിസ്പ്ലേസ്മെന്റ് മാത്രമല്ല, ദർ ആർ വെലോസിറ്റി, ആക്സിലറേഷൻ ആർ ദി സം മോർ റെസ്പോൺസസ് യു ഷുഡ് കളക്ട്. ഓക്കെ, ഇനി ഇതിൽ ഒരു സൊല്യൂഷനേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പം പറഞ്ഞു ഇവിടെ ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ഇല്ലേ? ഓക്കെ, ഇനി അത് ഇവിടെ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം വെച്ചിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. സിഗ്മ F = 0 അല്ലേ, നമ്മുടെ 3 ഇക്വേഷൻസ്. ഇവിടെ ഇനർഷ്യ ഫോഴ്സിനെയും കൂടെ അക്കൗണ്ട് ചെയ്താലേ നമുക്ക് ഡൈനാമിക് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് കമ്പാരിസൺ. ഇതൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡൈനാമിക് ഫോഴ്സ് കണ്ടു. ഇനി നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡൈനാമിക് സിസ്റ്റം ആണ് കാണാൻ പോകുന്നത്. ഇത് പഠിക്കണം. ഇതിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ ഡൈനാമിക് ലോഡ്, നമ്മുടെ സിസ്റ്റം സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക് റെസ്പോൺസ് ചേരുമ്പോഴാണ് അല്ലെ ഒരു ബിൽഡിങ്ങിൽ എർത്ത് വേവ് വരുന്നു. അപ്പൊ അതുകൊണ്ട് അതിലുണ്ടായിട്ടുള്ള ആ ഒരു ഇഫക്ട്സ് അതൊക്കെ ചേരുമ്പോഴാണ് അതിന്റെ ഡൈനാമിക് സിസ്റ്റം എന്ന് പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ലോഡ് ആൻഡ് എക്സൈറ്റേഷൻ അടിസ്ഥാനത്തിൽ പ്രിസ്ക്രൈബ്ഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ സിസ്റ്റത്തിന്റെ കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ പ്രിസ്ക്രൈബ് എന്ന് പറയും അല്ലെ. നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത്? പ്രിസ്ക്രൈബ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ ലോഡ് കാരണമുള്ള വേരിയേഷൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അതിനെ പ്രിസ്ക്രൈബ് എന്ന് പറയും. അതേപോലെ ആ സിസ്റ്റത്തിനെ നമുക്ക് അനലൈസ് ചെയ്ത ആൻസർ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രിസ്ക്രൈബ് സിസ്റ്റം. എല്ലാ 100% ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ പ്രിസ്ക്രൈബ് സിസ്റ്റം. ഇനി ഇവിടെ നമുക്ക് കുറച്ചൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണെങ്കിൽ റാൻഡം സിസ്റ്റം. മനസ്സിലായോ? ഇനി അടുത്തത് ലീനിയാരിറ്റീനെ ബേസ് ചെയ്തിട്ട്, അത് ഞാൻ ഈ സ്ലൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബേസ്ഡ് ഓൺ ദി അനാലിസിസ് ഓഫ് റെസ്പോൺസ്, ഡിറ്റർമിനിസ്റ്റിക് ആണോ അല്ലയോ എന്നുള്ള ബേസിൽ നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ആൻഡ് റാൻഡം സിസ്റ്റംസ് എന്ന് പറയാം. ഇനി ലീനിയാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിത് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ODE വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ദ സിസ്റ്റം ഈസ് സോൾവബിൾ ബേസ്ഡ് ഓൺ ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അതിനെ ലീനിയാരിറ്റിയുടെ ബേസിൽ നമുക്ക് സിസ്റ്റം ഈസ് നോൺ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവബിൾ സിസ്റ്റം എന്ന് പറയും കേട്ടോ. ഇനി അടുത്തെന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ടൈപ്സ് ഓഫ് മാത്തമാറ്റിക്കൽ ലോഡ്. ഓക്കെ, അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ അതിൽ വരുമ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് മാത്തമാറ്റിക്കൽ ലോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരത്തിലാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്
നമുക്ക് നമ്മൾ ഡൈനാമിക്കൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ഒമേഗ ഈക്വൽ ടു റൂട്ട് കെ ബൈ എം എന്ന് പറഞ്ഞില്ലേ. നമ്മുടെ ബിൽഡിങ്ങിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ ഈക്വൽ ടു റൂട്ട് കെ ബൈ എം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ ശരിക്കും നമ്മുടെ ബിൽഡിങ്ങിനെ ഡൈനാമിക്കലി മോഡൽ ചെയ്യുമ്പോൾ ബിൽഡിങ്ങിന് ഒരു മാസ് ഉണ്ട്, അപ്പൊ എം എന്ന് പറയുന്ന മാസ് ഉണ്ട്, ആൻഡ് ആ ബിൽഡിംഗ് എലമെന്റിന് ഒരു സ്റ്റിഫ്നെസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ ഡൈനാമിക്കലി മോഡൽ ചെയ്യുക. അതാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ മൊത്തം പഠിക്കാൻ പോണേ കേട്ടോ. നമ്മുടെ ആ ഒരു ഐഡിയലൈസേഷൻ അല്ലെങ്കിൽ മോഡലിംഗ് എന്ന് പറയുമ്പോൾ വേറൊന്നും നമ്മൾ പറയില്ല. നമ്മൾ പറയും ആ ബിൽഡിങ്ങിന് ഒരു മാസ് ഉണ്ട് ആൻഡ് അതിന്റെ താഴെയുള്ള കോളത്തിന് ഇത്ര സ്റ്റിഫ്നെസ് ഉണ്ട്. അപ്പൊ എന്താ, എം എന്ന് പറയുന്ന മാസ് ഉണ്ട്, കെ എന്ന് പറയുന്ന സ്റ്റിഫ്നെസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ആ പാരാമീറ്റേഴ്സിനെ ഐഡിയലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഡൈനാമിക്കലി ട്രീറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? അപ്പൊ അതിനെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇനി അതിൽ തന്നെ നമ്മൾ അതിലേക്ക് നമ്മൾക്ക് വരാം. അതിന്റെ മുന്നേ ഇവിടെ വേറൊരു തരത്തിൽ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ടൈപ്സ് ഓഫ് മാത്തമാറ്റിക്കലോട് ഡിസ്ക്രീറ്റ് ലംബ്ഡ് പാരാമീറ്റർ മോഡൽ, ഡിസ്ട്രിബ്യൂട്ടഡ് കണ്ടിന്യൂസ് പാരാമീറ്റർ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ഇനി ഇവിടെ നോക്കൂ, ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ. ഇതില് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇതില് ആദ്യത്തെ ലംബ്ഡ് മാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ് കേട്ടോ. ഒരു ഫ്രെയിം 3 നില കെട്ടിടാന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഈ ഫ്ലോറിന്റെ വെയിറ്റിനെ നമ്മൾ ലംബ് ചെയ്തിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ കേസ്. ഇതാണ് നമ്മുടെ ഫിസിക്കൽ കേസ്. ഒരു ഫ്രെയിം ഉണ്ട്, 3 നിലയാണ് അതിനുള്ളെങ്കിൽ ഈ നിലയുടെ ഈ ഫ്ലോറിന്റെ ആ ഒരു ഫ്ലോർ വെയിറ്റ് മീൻസ് സീലിങ്ങിന്റെ വെയിറ്റ്, റൂഫ് വെയിറ്റ് നമ്മൾ കണ്ടോ ലംബ്, യു ആർ ലംബിങ് ടു ഇറ്റ്സ് ലെവൽ. ഇതിനെ മാസമായിട്ട്, ഈ മാസം എത്രയാണോ അത് നമ്മൾ ഇവിടെ കണ്ട് ഒരു ലംബാക്കി വെക്കും. ഈ കോളത്തിന്, ഈ 2 ലെവലിലുള്ള കോളത്തിന്റെ സ്റ്റിഫ്നെസ് ഇവിടെ ഒരു കോളത്തിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കോളം എന്ന് പറയുന്നത് വെയിറ്റ്ലെസ് ആണ് എന്നുള്ള രീതിയിലാണ് എടുക്കുക. കോളത്തിന് വെയിറ്റ് ഇല്ല, ഇതിവിടെയാണ് വെയിറ്റ് വരുന്നത്. അപ്പൊ വെയിറ്റ്, പിന്നെ ഇത് കണ്ടോ ഇവിടെ ഈ ലെവലിലുള്ളതിനെ ഇങ്ങനെ ലംബ് ചെയ്യുക, അവസാനം അത് ഫ്രെയിമിലേക്ക് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ കാണിക്കുന്നതിനെയാണ് ലംബ്ഡ് മാസ് സിസ്റ്റം എന്ന് പറയാം. അപ്പൊ ഇതൊരു ഡൈനാമിക് സിസ്റ്റം ആണ്. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ലംബ്ഡ് മാസ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. ഇനി ഇത് കണ്ടിന്യൂസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയല്ല. ലംബ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ലംബ് ചെയ്ത് വെക്കുകയായിരുന്നു. ഇവിടെ വരുന്നത് നമ്മൾ ആ ഒരു കോളത്തിനെ മൊത്തം കാണിച്ചിട്ട് ഈ മൊത്തം വെയിറ്റ് ഈ ഒരു കോളത്തിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണെന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ദ മാസ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ത്രൂ ഔട്ട് ദി ലെങ്ത്. കേട്ടോ, ഇവിടെ ഇതിന്റെ ബി ആണ് കേട്ടോ. ഇത് ദിസ് ഇസ് ബി ആൻഡ് ലംബ്ഡ് മോഡൽ ഇസ് ദിസ് വൺ. ഇവിടെ ലംബ് ചെയ്ത് വെക്കുക. ലംബ് എന്ന് പറയുമ്പോൾ കണ്ടോ അങ്ങനെ അങ്ങനെ നമ്മൾ അതിനെ ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുകയാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, അതിനെ ഐഡിയലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഒരു മൊത്തം ലെങ്ത് ഓഫ് ദ സ്ട്രക്ചറിൽ ഈ മാസ് ഫുള്ളി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറയുന്നതാണ് ദിസ് സെക്കൻഡ് തിങ്. മനസ്സിലായോ? ഇനി അതിനെയാണ് കണ്ടിന്യൂസ് പാരാമീറ്റർ മോഡൽ എന്ന് പറയുക, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ മോഡൽ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ, ഈ മാസിനെ 3 ആക്കി തിരിക്കുകയല്ലേ. കണ്ടോ, ഈ ഇവിടുത്തെ ഒരു മാസ് ഉണ്ടെങ്കിൽ അതിനെ M1, ഇവിടുത്തെ മാസിനെ M2, ഈ മാസിനെ M3 എന്ന് പറഞ്ഞ് ചെയ്യാണ്. പക്ഷെ ആക്ച്വലി അങ്ങനെ ചെയ്ത ആക്യുറസി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇവിടെ മൊത്തം ഈ മാസ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഹൈ ആക്യുറസി ഉള്ള രീതിയിൽ നമുക്ക് കണ്ടിന്യൂസ് സിസ്റ്റം ആയിട്ട് ചെയ്താൽ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് FEM അനാലിസിസ് ഒക്കെ വെച്ചിട്ടാ ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത് ജസ്റ്റ് തിയറി നമുക്ക് പഠിച്ചാൽ മതി. അപ്പൊ ഇതാണ് അടുത്ത കാറ്റഗറൈസേഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, ദ കാറ്റഗറൈസേഷൻ ഓഫ് ഡൈനാമിക് സിസ്റ്റംസ്. ഇത് പഠിക്കുക, ഇതിൽ പറയുന്ന പോയിന്റ്സ് പഠിക്കുക. അപ്പൊ കണ്ടിന്യൂസ് സിസ്റ്റത്തിന്റെ ഒരു ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഈ ബീമിലൊക്കെ നമ്മൾ ഇവിടെ കണ്ടോ ഇൻഫിനിറ്റ് ആയിട്ട് ഓരോ കുറെ മെഷുകളായിട്ട് കുറെ കുഞ്ഞു കുഞ്ഞു ഇതാവുമ്പോൾ ഇൻഫിനിറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം അങ്ങനെയൊക്കെ വരും. ഓക്കെ, അപ്പൊ ഇത് ഒരു കണ്ടിന്യൂസ് സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. ഇനി ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഹെഡിങ് ആരെങ്കിലും ഒന്ന് വായിക്കാത്ത ഒരാളൊന്ന് വായിച്ചേ. നേരത്തെ വായിക്കാത്ത ഒരാള് ഹെഡിങ് ഒന്ന് വായിച്ചേ. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന, ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കാൻ പോവാണ്. ഇതെല്ലാം തന്നെയാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ഐഡിയലൈസേഷൻ, നമ്മൾ പറഞ്ഞു ലംബ്ഡ് മാസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഇനി നമുക്ക് 2 തരത്തിലാണ് ശരിക്കും പറഞ്ഞ ഐഡിയലൈസേഷൻ ഉള്ളത്. ഇതാണ് നമ്മൾ പഠിക്കുക. ഈ ഒരു സ്പ്രിംഗ് മാസ് ഐഡിയലൈസേഷൻ ആണ് നിങ്ങൾ നമ്മുടെ 4 മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഹൗ ക്യാൻ യു ഐഡിയലൈസ് യുവർ ഡൈനാമിക് സിസ്റ്റം, എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഐഡിയലൈസ് മീൻസ് ഹൗ ക്യാൻ യു റെപ്രസെന്റ് യുവർ സിസ്റ്റം.
സിസ്റ്റത്തിനെ നമ്മളെ സ്ട്രക്ചറിനെ എങ്ങനെയാണ് ഡൈനാമിക്കലി റെപ്രസെന്റ് ചെയ്യുക, സോൾവ് ചെയ്യാൻ വേണ്ടി, പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫിസിക്കൽ സ്ട്രക്ചറിനെ എങ്ങനെയാണ് ഐഡിയലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ലംപ്ഡ് മാസ് ഐഡിയലൈസേഷൻ നമ്മൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഈ 4 മൊഡ്യൂളിലും പറയാൻ പോകുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പ്രിംഗ് മാസ് ഐഡിയലൈസേഷൻ. സ്പ്രിംഗ് മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടോ, ഈ ഒരു പടം കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചർ കേട്ടോ. ഒരു ഫ്രെയിംഡ് സ്ട്രക്ചർ ആണ്, 1 സ്റ്റോറി ബിൽഡിംഗ് ആണെന്ന് വിചാരിച്ചോ. ആ ഒരു മൊത്തം ആ സ്റ്റോറിയുടെ അത്. അപ്പൊ ഇവിടെ അതിനെ നമ്മൾ എങ്ങനെയാ ഐഡിയലൈസ് ചെയ്യുക? അപ്പൊ നമ്മൾ ഇതിനെ തിരിച്ചിടുന്ന പോലെ ആലോചിച്ചോ. ഈ ഒരു ഫ്രെയിം ഇങ്ങനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കാലോ. ഓക്കെ, ഇനി ഈ കോളത്തിന് സ്റ്റിഫ്നെസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ കോളത്തിനെ മാറ്റി നമ്മൾ അവിടെ ഒരു സ്പ്രിങ് വെക്കും കേട്ടോ. ഇങ്ങനെ ഒരു ഇത് വരച്ചിട്ട് ദിസ് കോളം ഈസ് ഐഡിയലൈസ്ഡ് ആസ് എ മെമ്പർ ഓഫ് സ്പ്രിങ് ഹാവിംഗ് ദ സ്റ്റിഫ്നെസ് കെ. കെ എന്ന് പറയുന്ന സ്റ്റിഫ്നെസ് ആണ് ആ കോളം മെമ്പറിനെന്ന് പറയുന്നു. ഇനി ഈ മാസിനെ നമ്മൾ ഇവിടെ എം എന്നാക്കിയിട്ട് കാണിക്കുന്നു. മനസ്സിലായോ? ഇത് 90 ഡിഗ്രി തിരിക്കുന്ന പോലെ കാണിക്കുക. ഇനി കോളം കാണിക്കരുത്, പകരം അവിടെ ഇങ്ങനെ വരച്ചിട്ട് ഒരു സ്പ്രിങ് കോൺസ്റ്റന്റ് കെയും ഇത് ഈ ഒരു സംഭവത്തിനെ തിരിച്ചിടുമ്പോൾ ഇങ്ങനെ വരയ്ക്കാലോ, മാസ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്പ്രിംഗ് മാസ് ഐഡിയലൈസേഷൻ എന്ന് പറയാം. മനസ്സിലായോ? ഇവിടെ ഫ്ലോറിന്റെ വെയിറ്റിനെ നമ്മൾ ഒരു റൂഫിന്റെ അല്ലെ, ഈ ഒരു മീൻസ് അതിന് വെയിറ്റിനെ, മാസ് ബിൽഡിങ്ങിന്റെ വെയിറ്റിനെ മാസ് ആൻഡ് വെയിറ്റ്ലെസ് സ്പ്രിങ്ങിന്റെ ഉള്ളത് സ്റ്റിഫ്നെസ് ആണ് എന്ന് പറയുന്ന ഐഡിയലൈസേഷൻ ആണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പ്രിംഗ് മാസ് ഐഡിയലൈസേഷൻ. പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യാം. അപ്പൊ ഇതില് ഇങ്ങനെ, അപ്പൊ ഇതിലൊരു കാര്യം വരുന്നത്, ഇവിടെ സ്പ്രിങ്ങും കാണിച്ചു, മാസും കാണിച്ചു അല്ലെ. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇവിടെ എന്തെങ്കിലും എർത്ത് ലോഡ്, ഇവിടെ എർത്ത് ക്വേക്കിന്റെ ലോഡ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ആ എർത്ത് ക്വേക്ക് ലോഡ് എഫക്ട് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ അതിന്റെ രീതിയിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതിനെ ഐഡിയലൈസ് ചെയ്തിട്ട് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുക അല്ലെ. ഇത് വെറുതെ ചെയ്യുന്നതല്ല, അതിന്റെ ഡൈനാമിക് പാരാമീറ്റേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് ഡൈനാമിക്കലി സേഫ് ആക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണേ, ഇതിനെ എങ്ങനെ മോഡൽ ചെയ്തിട്ട് സ്പ്രിംഗ് മാസ് ഐഡിയലൈസേഷൻ ഒക്കെ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ ഇവിടെ നമ്മൾ സ്പ്രിങ്ങും ഉണ്ട് മാസും ആണെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു എർത്ത് ക്വേക്ക് വന്നു കഴിഞ്ഞാല് ഇതെന്ന് പറയുന്നത് അൺഡാംപ്ഡ് ആണ്. അതായത് ഇതിൽ എന്താ ഉണ്ടായേ, ഇത് കണ്ടോ, ഇത് ലംപ്ഡ് മാസ് മോഡലാണ് കേട്ടോ. ഇത് ലംപ്ഡ് മാസ് ആണ്, ഇതിന് മാസിന്റെ ലംപ്ഡ് മാസ് ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ഇതിനെ താഴെ ഇതുണ്ട് കണ്ടോ, സ്പ്രിങ് ഉണ്ട്, മാസ് ഉണ്ട്. പക്ഷെ ആക്ച്വലി നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇന്ത്യയിൽ ഒരു എർത്ത് ക്വേക്ക് ഒക്കെ വന്നാലും കുറെ കഴിഞ്ഞാൽ വൈബ്രേഷൻസ് സീസ് ചെയ്യില്ലേ, മീൻസ് സ്റ്റോപ്പ് ചെയ്യില്ലേ. ഓക്കെ, അപ്പോൾ അതായത് അവിടെ ഡാമ്പിംഗ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ. ഡാമ്പിംഗ് മീൻസ് ആ വൈബ്രേഷൻസ് സീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നാച്ചുറലി ചിലപ്പോൾ അതിങ്ങനെ അല്ലെ, ഒരു വാതിൽ അങ്ങനെ നോക്കി നോക്കുക, അങ്ങനെ ഇങ്ങനെ അടഞ്ഞ് കുറച്ചു നേരം ഇതായി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇത് കഴിഞ്ഞാൽ അല്ലെ, കാറ്റൊക്കെ വരുമ്പോൾ നമ്മൾ വാതിൽ ഇങ്ങനെ ഇതാവുന്ന കണ്ട, ഫ്രിക്ഷൻ കാരണം വാതില് അങ്ങനെ എന്താ പറയാ വൈബ്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പൊ ഫ്രിക്ഷൻ ആണ് അവിടുത്തെ ഡാമ്പിംഗ് ഫോഴ്സ് വന്നത്. മനസ്സിലായോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ആടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും, കാറ്റത്ത് അങ്ങനെ നമ്മുടെ ഇലകളൊക്കെ ആടുന്നതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ ഒരു വേറെ ഭാഗത്തു നിന്ന് കാറ്റ് വരുമ്പോൾ, ഫ്രിക്ഷനോ അങ്ങനെ വരുമ്പോൾ അത് ആ വൈബ്രേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ ആക്ച്വലി ഇവിടെ നമ്മൾ ഡാമ്പിങ്ങിനെ പറ്റി പറഞ്ഞില്ല. ഇത് ഈ സ്പ്രിംഗ് മാസ് ഐഡിയലൈസേഷനില് സ്പ്രിങ്ങും ഉണ്ട് മാസും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഈ സിസ്റ്റത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്തത് അൺഡാംപ്ഡ് ആയിട്ടാണ്. അതായത് ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഡാമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഡാമ്പർ നമ്മളിവിടെ കാണിച്ചിട്ടില്ല. പക്ഷെ ആക്ച്വൽ കേസിൽ അത് ഡാമ്പിങ് ഉണ്ടാവില്ലേ, ഒരു വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഫ്രിക്ഷണൽ ഫോഴ്സസോ വിസ്കസ് ഫോഴ്സസോ ഒക്കെ കാരണം അതെന്തുണ്ടാവും, വൈബ്രേഷൻസ് സ്റ്റോപ്പ് ആവും. അപ്പൊ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരച്ചിട്ട് ഇതിനെ പാരലായിട്ട് ഇങ്ങനെ ഡാമ്പിങ്ങും കൂടി കാണിക്കണം. അപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിനെ സ്പ്രിംഗ് മാസ് ഡാഷ്പോർട്ട് മോഡൽ സിസ്റ്റം എന്നാ പറയുക. എന്താ പറയാ, സ്പ്രിങ്ങും ഉണ്ട് മാസും ഉണ്ട് അല്ലെ, സ്പ്രിംഗ് മാസ് ആൻഡ് ഡാഷ്പോർട്ട് സിസ്റ്റം. ഡാഷ്പോർട്ട് മീൻസ് ദി ഡാമ്പിങ്. അപ്പൊ ഇങ്ങനെയാണ് റിയൽ കേസിൽ വരിക. ഇതെന്ന് പറയുന്നത് ഇത് മാത്രമായിട്ട് വരില്ല, കാരണം വൈബ്രേഷൻസ് എപ്പോഴും അല്ലെ, അതിനൊരു സ്റ്റോപ്പേജ് ഉണ്ടായിരിക്കും. അപ്പൊ അതൊന്ന് മനസ്സിൽ വെക്കുക. ഇതും എന്താണ്, സ്പ്രിംഗ് മാസ് ഐഡിയലൈസേഷൻ തന്നെയാണ്. വിത്ത് ഡാമ്പിങ് ആണെങ്കിൽ ഇങ്ങനെയാണ് അതിന്റെ റെപ്രസെന്റേഷൻ വരിക. ഓക്കെ അല്ലേ? അടുത്തൊരു സ്ലൈഡിലേക്ക് പോവാണ് നമ്മള്. ഇതൊക്കെ നമ്മൾ കവർ ചെയ്തതായിരുന്നു ക്ലാസ്സിൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈനാമിക് റെസ്പോൺസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങളൊന്ന് പറഞ്ഞേ, ഒരു ബിൽഡിങ്ങിൽ എന്ത് വരുന്നു, ഡൈനാമിക് ലോഡ് വരുന്നു അല്ലെ.
അപ്പൊ അതിന്റെ ഉത്തരമായിട്ടുള്ള ഡൈനാമിക് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡൈനാമിക് ആക്സിലറേഷൻ വെലോസിറ്റി, അതായത് ഇപ്പൊ ഒരു ബിൽഡിങ്ങിൽ ആലോചിച്ച് നോക്കൂ, ഇത്ര ഫോഴ്സ് വന്നു അല്ലെ, എർത്ത് ക്വേക്ക് ഓഫ് സം ഇത്ര ഇന്റൻസിറ്റി അല്ലെ 5 റിക്ടർ സ്കെയിലിൽ 5 അടയാളപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് നമ്മൾ. അപ്പൊ അങ്ങനെയൊക്കെ വന്ന ഒരു എർത്ത് ക്വേക്ക്, ഒരു ചെറിയ എർത്ത് ക്വേക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പോ എന്തായിരിക്കും അത് നമ്മൾ അറിയില്ല. ചിലപ്പോ വലിയ എർത്ത് ക്വേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ ഇമ്പാക്റ്റ് അറിയുക, എഫക്റ്റ് അറിയുക അല്ലെ. അപ്പോ നിങ്ങൾ പറഞ്ഞേ, എന്താണ് ഡൈനാമിക് റെസ്പോൺസ്? ഒരു സ്ട്രക്ചറിന്റെ ഡൈനാമിക് റെസ്പോൺസ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും? ഫറത്തുള്ള ഒന്ന് പറഞ്ഞേ. ഡൈനാമിക് റെസ്പോൺസ്, ഒരു സ്ട്രക്ചറിൽ ഡൈനാമിക് ലോഡ് വരികയാണ്, അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സിനെ അതിന്റെ റെസ്പോൺസ്? ഡിസ്പ്ലേസ്മെന്റ് കൂടാം അല്ലെ, ചിലപ്പോ ഡിസ്പ്ലേസ്മെന്റ് കുറയാം. ഡിസ്പ്ലേസ്മെന്റിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് വെലോസിറ്റി. ഡി എക്സ് ബൈ ഡി ടി ആണ് വെലോസിറ്റി. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ് അതിന്റെ ആക്സിലറേഷൻ. അപ്പോൾ ഒരു എർത്ത് ക്വേക്കിലോട് വന്നാൽ ചിലപ്പോൾ വലിയ ആംപ്ലിറ്റ്യൂഡ് വരാം അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് വരാം. ചിലപ്പോൾ ചെറിയ ആംപ്ലിറ്റ്യൂഡാണ് വരിക. അപ്പൊ അത് എന്തൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഈ ഡൈനാമിക് ഡിസ്പ്ലേസ്മെന്റും ഡൈനാമിക് വെലോസിറ്റി, ആക്സിലറേഷൻ, അതിൽ വരുന്ന ഇന്റേണൽ സ്ട്രെസ് ഒക്കെ കൂടുക കുറയൊക്കെ ചെയ്യുക? പറഞ്ഞേ. ഹലോ, പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഒന്നാലോചിച്ചേ, എന്തിനെ ആശ്രയിച്ചിരിക്കും? ഈ വരുന്ന ഒരു സാധനമല്ലേ വരുന്നേ, ഒരു ഡൈനാമിക് ലോഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ലോഡ് വരുമ്പോൾ നമ്മുടെ സ്ട്രക്ചറിൽ അത് ഹിറ്റ് ചെയ്യുന്നു. അപ്പൊ അത് കാരണം അതിന് എന്തുണ്ടാവും? അതിന്റെ റെസ്പോൺസ് വരില്ല. റെസ്പോൺസ് പറയുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് രീതിയിലാവാം അല്ലേ, അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റി, അങ്ങനെയൊക്കെ. അപ്പൊ എന്തിനെ ആശ്രയിച്ചിരിക്കും? അത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം അല്ലെ. ഞാൻ ജസ്റ്റ് കാണിക്കാൻ പറ്റുന്ന, നമുക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. മീൻസ് അത് നമ്മൾ കാണുന്നില്ലല്ലോ, അതിന്റെ ഒരു ഇത് കേട്ടാ. അപ്പൊ ഇതൊക്കെയല്ലേ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. ഈ വരുന്ന ലോഡ് കൂടുതലാണെങ്കിൽ അതിന്റെ റെസ്പോൺസും എന്താണ്? കൂടുതലാവില്ലേ? മനസ്സിലായോ? അപ്പൊ അതാണ് ആദ്യത്തെ കാര്യം. വരുന്ന ലോഡ് കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി റെസ്പോൺസ് കൂടുതലായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് കൂടുതലായിരിക്കും. വരുന്ന ലോഡ് കുറവാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കുറവായിരിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞൂടെ? ഇനി അടുത്തത്, ഈ വരുന്ന ആളുടെ കാര്യം പറഞ്ഞു. വരുന്ന ലോഡ് കൂടുതലാണെങ്കിലും നമ്മുടെ ആൾക്ക് ഭയങ്കര സ്ട്രെങ്ത് ആണെങ്കിൽ, സ്ട്രക്ചറിന് ഭയങ്കര സ്ട്രെങ്ത് ആണെങ്കിൽ ഡൈനാമിക് റെസ്പോൺസ് ഉണ്ടാവോ? അധികം ഉണ്ടാവോ? ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഡൈനാമിക് റെസ്പോൺസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡൈനാമിക് ലോഡ്. ഡൈനാമിക് ലോഡ് കൂടുതലാണെങ്കിൽ അങ്ങനെ വരും. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ദി സ്ട്രക്ചർ. സ്ട്രക്ചറിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഡൈനാമിക് രീതിയിലാണ് സംസാരിക്കുന്നത്, അല്ലാതെ നമ്മൾ വേറൊരു സ്ട്രക്ചറിന്റെ പ്രോപ്പർട്ടി പറയുന്നില്ല. നമ്മൾ എങ്ങനെയാണ് സ്ട്രക്ചറൽ ഡൈനാമിക്സിൽ സ്ട്രക്ചറിനെ പറയുക? അതിനൊരു മാസ് ഉണ്ട്, സ്റ്റിഫ്നെസ് ഉണ്ട്, ഡാമ്പിംഗ് ഉണ്ട്, അതായത് അല്ലേ, മാസ് ഉണ്ട്. ആ സിസ്റ്റത്തിനെ നമ്മൾ എങ്ങനെ മോഡൽ ചെയ്യുക? സ്ട്രക്ചറിനെ, ഇറ്റ് ഈസ് എ സ്ട്രക്ചർ ഹാവിംഗ് മാസ്, ഇറ്റ് ഈസ് എ സ്ട്രക്ചർ ഹാവിംഗ് സം സ്റ്റിഫ്നെസ് ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് ഡാമ്പിംഗ്. ഫ്രിക്ഷണൽ ലോസസ് ഇത്ര വരാം. ഈ ഒരു വൈബ്രേഷൻ വരുമ്പോൾ ഫ്രിക്ഷണൽ സ്ട്രെസ്സസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സസ് ഇത്ര അത് ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ലേ പറയാ? അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ. പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രക്ചർ, മാസ്, സ്റ്റിഫ്നെസ്, ഡാമ്പിംഗ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഡൈനാമിക് റെസ്പോൺസ് വേരി ചെയ്യും, കൂടുക കുറയൊക്കെ ചെയ്യാം. ക്ലിയർ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡൈനാമിക് റെസ്പോൺസ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ എലമെന്റ്സ് ഓഫ് വൈബ്രേറ്ററി സിസ്റ്റം. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നും, അതായത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് മുന്നേ എലമെന്റ്സ് ഓഫ് വൈബ്രേറ്ററി സിസ്റ്റം കേട്ടോ. എലമെന്റ്സ് ഓഫ് വൈബ്രേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇത് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്. ഈ ഒരു സബ്ജക്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ടേംസ് ഒക്കെ അറിയണം. മാസ് എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് എന്ന് പറയുമ്പോൾ ഇനേർഷ്യയുടെ രീതിയിലാണ് നമ്മൾ പറയുക കേട്ടോ. മാസ് എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ, ഒമേഗ = √k/ml ഒക്കെ നമുക്ക് ഇവിടെ ഡൈനാമിക് അനാലിസിസിൽ മാസിനെ ഫോക്കസ് ചെയ്യണം. മാസ് പറയുന്നത് എന്ത് പ്രോപ്പർട്ടിയാണ്? ഡൈനാമിക്കലി മാസ് എന്ന് പറയുന്നത് ഒരു ബോഡി എങ്ങനെയാണ് എക്സ്റ്റേണൽ ഫോഴ്സിനെ ഡിഫെൻഡ് ചെയ്യുക, റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്ന ഒരു പാരാമീറ്റർ ആണ് മാസ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡെഫിനേഷൻ അങ്ങനെ പഠിക്കുക. സ്റ്റിഫ്നെസ് പറഞ്ഞാൽ എന്താ? ഒരു മെമ്പറിന്റെ സ്റ്റിഫ്നെസ് നമ്മൾ എന്താ എങ്ങനെ പറയാ? ഇറ്റ് ഈസ് ദി ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിഫോർമേഷൻ അല്ലെ. ഇപ്പൊ ഒരു എന്തെങ്കിലും ആലോചിച്ചോളൂ, ഒരു എന്തെങ്കിലും മെറ്റീരിയൽ നിങ്ങളുടെ സ്കെയിലോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്താലാണ് ആ സ്കെയിൽ 1 സെന്റിമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുക?
അതിനെയാണ് അതിന്റെ സ്റ്റിഫ്നെസ് കെ എന്ന് പറയാം. മനസ്സിലായോ? ഇനി നാച്ചുറൽ പീരീഡ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ. ഒരു സൈക്കിൾ ഓഫ് വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട ടൈമിനെയാണ് നാച്ചുറൽ പീരീഡ് എന്ന് പറയാ, ടൈം പീരീഡ് എന്ന് പറയാ. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റഡ് പെർ സെക്കൻഡ്, ഹെർട്സിലാണ് അത് പറയാ. ക്ലിയർ അല്ലേ? ഇതിന്റെ താഴെ ഒരു കുഞ്ഞൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. ഒരു പെൻഡുലത്തിന് 20 ഓസിലേഷൻസ് ഇൻ 25 സെക്കൻഡ്സ് ആണെങ്കിൽ ഫ്രീക്വൻസി എത്ര എന്നാണ് ചോദ്യം. ആൻഡ് ടൈം പീരീഡ് എത്ര എന്നാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. അപ്പൊ 20 ഓസിലേഷൻസ് 25 സെക്കൻഡിലാണെങ്കിൽ ഫ്രീക്വൻസി ഹെർട്സ് RPM-ലൊക്കെ എങ്ങനെയാ പറയാ? നമ്മൾ ഹെർട്സിലാണ് പറയാ അല്ലെ, സൈക്കിൾസ് പെർ സെക്കൻഡ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 20/25 ചെയ്യുമ്പോൾ നമുക്ക് 0.8 ഹെർട്സ് എന്ന് കിട്ടും. മനസ്സിലായോ? എങ്ങനെ ചെയ്യാം? 25 സെക്കൻഡിൽ 20 ഓസിലേഷൻസ് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര? 20/25. ഇതാണ് അതിന്റെ ഫ്രീക്വൻസി വരിക കേട്ടോ. ഓക്കെ. ഇനി ടൈം പീരീഡ് എത്രയാന്ന് വെച്ചാൽ എന്താ? ഇൻവേഴ്സ് ഓഫ് ഫ്രീക്വൻസി ആണ് ടൈം പീരീഡ്. അപ്പൊ എന്താ? 25 സെക്കൻഡിൽ 20 ഓസിലേഷൻ ആണെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു സൈക്കിള് കംപ്ലീറ്റ് ആക്കാൻ, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേ? ഒരു സൈക്കിള് കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ടൈമിനെയാണ് നാച്ചുറൽ പീരീഡ് എന്ന് പറയാം. ഓക്കെ, ഒരു സൈക്കിള് കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ എന്തായി? ഇത് കണ്ടോ, 1/0.8 എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിള് കംപ്ലീറ്റ് ആക്കാൻ 1.25 സെക്കൻഡ്സ് ആണ് എടുക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിന്റെ ബേസിക് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊന്ന് എക്സാമ്പിൾ ആയിട്ട് വെച്ചു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, അപ്പൊ എലമെന്റ്സ് പഠിക്കുമ്പോൾ അത് പഠിച്ചു. ഇനി അടുത്ത നാച്ചുറൽ ഫ്രീക്വൻസി. നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞതല്ലേ നാച്ചുറൽ ഫ്രീക്വൻസി ഞാൻ പറയണ്ടല്ലോ. അതായത് തുടങ്ങാൻ വേണ്ടി മാത്രം ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് മാത്രം നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു. ദെൻ അങ്ങനെ ഫ്രീ വൈബ്രേഷനിൽ സബ്ജക്റ്റഡ് ആകുമ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ പറയുന്ന ഫ്രീക്വൻസിനെയാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയാം. ഒമേഗ നോട്ട് എന്നാണ് അതിന്റെ ഇക്വേഷൻ, മീൻസ് നൊട്ടേഷൻ വരുന്നത് കേട്ടോ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? വൈബ്രേഷനിൽ വരുന്ന പീക്ക് ഡിസ്പ്ലേസ്മെന്റിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇനി ഡാമ്പിംഗ് ഓൾറെഡി നമ്മൾ കണ്ടു. അതിനെന്താണ്? റെസിസ്റ്റൻസ് ടു ദി വൈബ്രേഷൻ. നമ്മൾ വാതിലൊക്കെ ഇങ്ങനെ അടയുമ്പോൾ അല്ലെ, നമ്മൾ ചിലപ്പോൾ ചില സമയത്തില്ലേ വാതിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് അടയുമ്പോൾ നമ്മൾ വാതിൽ വൈബ്രേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് വാതിലിന്റെ ബാക്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോപ്പർ വെക്കില്ലേ? അപ്പൊ ആ സ്റ്റോപ്പർ ഒക്കെ ആക്ച്വലി ഒരു ഡാമ്പർ ആണ്. അപ്പൊ അത് ഓസിലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫ്രിക്ഷന്റെ രീതിയിലാവും, അല്ലെങ്കിൽ വിസ്കോസിറ്റിയുടെ രീതിയിലായിരിക്കാം. ഫ്ലൂയിഡ്സിലൊക്കെ നമ്മൾ വിസ്കോസിറ്റിയുടെ രീതിയിലൊക്കെ നമ്മൾ അതിന്റെ വൈബ്രേഷൻ എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാമ്പേഴ്സ് പ്ലേസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അസൈൻമെന്റ് ഭാഗമായിട്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഡാമ്പേഴ്സ് ഇൻ ബിൽഡിങ്സ്, ഇൻ മെഷീൻസ് ഒക്കെ സെർച്ച് ചെയ്തിട്ട് അതൊന്ന് സെർച്ച് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അസൈൻമെന്റ് നമുക്ക് ഉൾപ്പെടുത്താം. ഒരു ക്വസ്റ്റ്യൻ. അടുത്ത റെസൊണൻസിന് പറയണ്ടല്ലോ. റെസൊണൻസ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതൊരു ഫിനോമിനൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു അവസ്ഥയാണ് റെസൊണൻസ്. റെസൊണൻസ് കൂടിക്കഴിഞ്ഞാൽ കൊളാപ്സ് ആണ് വരിക. ഓക്കെ, അപ്പൊ അതില്ലാതിരിക്കാനാണ് നമ്മൾ ഡൈനാമിക് അനാലിസിസ് സേഫ് ആയിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ടോൾ സ്ട്രക്ചേഴ്സിലും അതുപോലെ എർത്ത് റെസിസ്റ്റന്റ് സ്ട്രക്ചേഴ്സിലും അങ്ങനത്തെ എല്ലാ സ്ഥലത്തും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ കേട്ടോ. ഇനി നമ്മൾ അടുത്തൊരു പോർഷനിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ടേംസ് ഒന്ന് പഠിക്കണം. F(t), ഇവിടെ ഫോഴ്സിനെ നമ്മൾ ഡൈനാമിക് ഫോഴ്സ് ആയതുകൊണ്ട് F(t) എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് x(t) എന്നാണ് കാണിക്കുന്നത്. വെലോസിറ്റി എന്ന് പറയുമ്പോൾ dx/dt എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് ഇസ് dx/dt. ഓക്കെ, അപ്പൊ അതിൽ dx/dt എന്ന് പറഞ്ഞ വെലോസിറ്റി അല്ലേ. അപ്പൊ അതിനെ x.t എന്നും റെപ്രസെന്റ് ചെയ്യാം. x.t. ഓക്കെ, ഇതും എഴുതി വെക്കുക കേട്ടോ. x.t ആണ് വെലോസിറ്റി. ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ d²x/dt² ആണ് ആക്സിലറേഷൻ. അപ്പൊ x∬t എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ആണ്. ഇനി ഇനേർഷ്യൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇനേർഷ്യൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ F - ma = 0 അല്ലെ. ma അല്ലേ ഇനേർഷ്യൽ ഫോഴ്സ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയാം? m × ആക്സിലറേഷൻ ഇസ് x∬t. അപ്പൊ ഇങ്ങനെ എഴുതി കൂടെ m x∬t എന്ന് എഴുതിയാൽ ഈ ടേംസ് അറിയണം. നമുക്ക് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഈ ടേംസ് നമുക്കൊന്ന് അറിയണം. അപ്പൊ ഇതൊന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. ഡൈനാമിക് ലോഡിലും ഡൈനാമിക് റെസ്പോൺസിലും നമ്മൾ യൂസ് ചെയ്യുന്ന സം അബ്രിവിയേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ടേമിലേക്ക് നമ്മൾ പോവാണ്. ഇതിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചു ആരെങ്കിലും? വേഗം വായിക്കൂ. നമുക്കൊരു 1/4 മണിക്കൂറിൽ വൈൻഡപ്പ് ചെയ്യാം. വേഗം വായിക്ക്. ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ടേം ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കുറെ ടേംസ് കണ്ടു, അതിൽ ഇനി പ്രധാനമായിട്ടുള്ള ഒരു ടേം ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. എന്താണ്? നമ്മൾ SDOF സിസ്റ്റം എന്നൊക്കെയല്ലേ നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞത്. SDOF സിസ്റ്റം, MDOF സിസ്റ്റം. സോ വാട്ട് ഈസ് ഡിഗ്രി ഓഫ് ഫ്രീഡം? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്
Degree of freedom denotes the number of independent coordinates required to define the position of vibrating mass with respect to time. ഒരു ബോഡി ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് വേണം ആ ഒരു സ്റ്റേറ്റ് ഓഫ് പൊസിഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. മനസ്സിലായോ? കണ്ടോ, ഇവിടെ ഒരു സിമ്പിൾ പെൻഡുലം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, മീൻ പൊസിഷൻ. ഇതാണ് അതിന്റെ ഏറ്റവും തറ്റത്തേക്ക് പോവുകയാണെങ്കിൽ എക്സ്ട്രീം പൊസിഷൻ. ഇതൊക്കെ ഇന്റർമീഡിയറ്റ് പൊസിഷൻസ് ഒക്കെ വരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇവിടെയും ഒരു എക്സ്ട്രീം പൊസിഷൻ ഉണ്ടായിരിക്കും, ഈ അറ്റത്തും എക്സ്ട്രീം പൊസിഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ നമുക്ക് ഇതിന് ഇങ്ങനെ മാത്രമല്ലേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ഇടത്തോട്ടോ വലത്തോട്ടോ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എത്രയാണ്, എന്താണ്, ഏത് ഒരു ദിശയിലേക്ക് ഇങ്ങനെ ഒരേ രീതിയിലാണ് പോവാ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സാധനം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അത് അവിടെ ആയിരിക്കുന്ന എന്ന് പറയുന്ന അതിന്റെ പൊസിഷൻ സ്പെസിഫൈ ആണെങ്കിൽ നമുക്ക് ഈ തീറ്റ മാത്രം പോരെ, ഈ ആക്സിസിൽ നിന്ന് ഇത്ര തീറ്റയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കുഡ് സ്പെസിഫൈ ദിസ് പൊസിഷൻ. അപ്പൊ അവിടെ എന്താ നമ്മൾ പറഞ്ഞേ, ഈ പൊസിഷൻ സ്പെസിഫൈ ആയിട്ട് ഈ ആംഗിൾ മാത്രം മതി. അപ്പൊ ഒരു കോർഡിനേറ്റ് മാത്രം പോരെ, ഈ തീറ്റ എന്ന് പറയുന്ന ഈ കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ, സിമ്പിൾ പെൻഡുലത്തിന്റെ ബേസിക് എക്സാമ്പിൾ പറഞ്ഞ ദിസ് കേസ് ഇസ് ആക്ച്വലി എ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം. 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. 1 ആണെങ്കിൽ നമ്മൾ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയും, അല്ലെങ്കിൽ SDOF സിസ്റ്റം എന്ന് പറയും കേട്ടോ. വൈബ്രേറ്ററി സിസ്റ്റം സബ്ജക്റ്റഡ് ടു 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ നമ്മൾ SDOF സിസ്റ്റം എന്നാണ് പറയാം. ഇനി ബിൽഡിംഗ് ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ബിൽഡിംഗ് ആകുമ്പോൾ 1 സ്റ്റോറി ബിൽഡിംഗ് ഒക്കെ എന്താണ്, SDOF സിസ്റ്റം ആണ്. 2 നിലയാണെങ്കിൽ അത് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. 3 നിലയാണെങ്കിൽ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അതായത് ഇവിടെ മാസ് വരുമ്പോഴാണല്ലോ അത് മൂവ്മെന്റിനെ അല്ലെ, നമ്മൾ ഇനർഷ്യ ഫോഴ്സ് ഒക്കെ പറയുമ്പോൾ അത് മൂവ്മെന്റ് വരാൻ ഇതൊക്കെ വെയിറ്റ്ലെസ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതിങ്ങനെയല്ലേ വരിക, സ്വേ ഒക്കെ ഇങ്ങനെയല്ലേ വരിക. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വരിക വലത്തോട്ട് അല്ലെ. ഇവിടെ വരുമ്പോ ഇതിനും ഒരു ഇത് വരാം, ഇവിടെയും വരാം. അപ്പൊ 2 ആണ് അതിന്റെ എന്താ പറയാ, 2 ഇത് വരുന്നുണ്ട്, 2 മൂവ്മെന്റ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു മൂവ്മെന്റ് തന്നെ, ഇവിടെ 2 മൂവ്മെന്റ് വരുന്നതുകൊണ്ട് ഇത് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. ക്ലിയർ? ഓക്കെ, ഇനി അപ്പൊ അങ്ങനെ പഠിച്ചു. ഇനി നമ്മൾ ഒരു കാര്യം കൂടി പഠിക്കാനുള്ളത്, വി ആർ കൺസിഡറിങ് എ ഒബ്ജെക്ട് ഇൻ സ്പേസ്. നമ്മളൊരു എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾ സ്പേസിലാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ജനറൽ കേസ് നമ്മൾ പറയാൻ പോവാന്ന്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. വി ആർ കൺസിഡറിങ് ദർ ഇസ് എ പാർട്ടിക്കിൾ ഇൻ സ്പേസ്. സ്പേസിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പൊ അതിന്റെ പൊസിഷൻ, അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പാർട്ടിക്കിൾ സ്പേസിലാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതിനൊരു XYZ കോർഡിനേറ്റ് ഉണ്ടായിരിക്കില്ലേ. ഓക്കെ, അപ്പൊ X ദിശയിൽ അതിന് അങ്ങോട്ട് മൂവ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാം. അപ്പൊ ഒരു ഇതുണ്ട്, മൂവ്മെന്റ് ഉണ്ട്. X ഡയറക്ഷനിൽ മൂവ്മെന്റ് ഉണ്ടായിരിക്കും, Y ഡയറക്ഷനിൽ മൂവ്മെന്റ് ഉണ്ടായിരിക്കും, Z ഡയറക്ഷനിൽ മൂവ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ 3 ട്രാൻസ്ലേഷൻസ് ഉണ്ട് അല്ലെ. XYZ ആക്സിസിൽ 3 ട്രാൻസ്ലേഷൻ മോഷൻസ് ഉണ്ട്. അതുപോലെ വിത്ത് റെസ്പെക്ട് ടു X ആക്സിസ് അതിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു Y ആക്സിസ് അതിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു Z ആക്സിസ് അതിന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. അപ്പൊ 3 റൊട്ടേഷണൽ വൈബ്രേഷൻസും റൊട്ടേഷണൽ മോഷൻസും ആണുള്ളത്. അപ്പോൾ ജനറലി ടോട്ടൽ എത്ര എണ്ണം വരും? 3 ട്രാൻസ്ലേഷണൽ അല്ലെങ്കിൽ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ആൻഡ് 3 റൊട്ടേഷണൽ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ ടോട്ടൽ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഫോർ എ പാർട്ടിക്കിൾ ഇൻ സ്പേസ് വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അത് പഠിച്ചു വെക്കുക കേട്ടോ. ഫോർ എ പാർട്ടിക്കിൾ ഇൻ സ്പേസ് ദർ ആർ ഇൻ ടോട്ടൽ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം, വെറാസ് 3 is the translatory movement and 3 is the rotational movement about the axis. അപ്പോ ഈ ഒരു കേസിൽ ഇതിന്റെ ഇവിടെ ഇത് ഒന്ന് വെക്കാൻ പോയതാണ്. ഇതാണ് കേട്ടോ പടം. ഇത് നിങ്ങൾ പറയണം, ഇതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര. ടോട്ടൽ ഒരു ഫ്രെയിം കാണിച്ചിരിക്കുകയാണ്. ഇതിൽ എത്രയായിരിക്കും ഡിഗ്രി ഓഫ് ഫ്രീഡം? ഒരു പാർട്ടിക്കിളിന് ഇവിടെ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു ഫ്രെയിം ആണ്. അപ്പൊ അതില് കണ്ടോ, നമ്മളെ മാസ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നു. മാസ് ഇസ് ലംപ്ഡ് അറ്റ് ദീസ് കോർണേഴ്സ്, 4 masses lumped at these corners and 4 masses lumped at these corners. ഇങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യണേ. അപ്പൊ ഒരു പാർട്ടിക്കിളിന് 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് അല്ലേ. ടോട്ടൽ എത്ര വരും? എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് ഇവിടെ? ഇൻഡിപെൻഡന്റ് മാസസ് there are 8 independent masses each having degree of freedom 6.
അപ്പൊ ടോട്ടൽ എത്ര വരും? ആരെങ്കിലും ഒന്ന് മൈക്കോൺ ഇത് പറഞ്ഞേ. 6 ഇൻഡിപെൻഡന്റ് മാസസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഫോർ എവറി പാർട്ടിക്കിൾ there are 6 degrees of freedom. അപ്പൊ in totality for the structure what is the total number of degrees of freedom? 8 എണ്ണം ഉണ്ട്, ഒരെണ്ണത്തിന് 6 ആണ്. അപ്പൊ ടോട്ടൽ എത്ര വരും? 8 × 6 വരില്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ അത് ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് 48 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം വരിക കേട്ടോ. അപ്പൊ ഈ ഒരു കേസിൽ പക്ഷേ നമ്മൾ പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണെങ്കിൽ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം എന്നാ പറയുക. ഡിഗ്രി ഓഫ് ഫ്രീഡം ഗ്രേറ്റർ ദാൻ 1 ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 ഡിഗ്രി 3 ഡിഗ്രി എന്നൊന്നും പറയണ്ട. ജനറലി ഗ്രേറ്റർ ദാൻ 1 കഴിഞ്ഞാൽ നമ്മൾ അതിനെ MDOF സിസ്റ്റം എന്ന് വിളിക്കും. എന്താണ്? മൾട്ടി ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റംസ് എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു കാര്യമാണ് പറയാനുള്ളത്. ഇനി ഇതിന്റെ ഹെഡിങ് ആരെങ്കിലും ഒന്ന് വായിച്ചേ. വേഗം വായിക്കൂ. ഹലോ. ഡൈനാമിക് റെസ്പോൺസ് ഡിപെൻഡ്സ് ഓൺ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഡൈനാമിക് റെസ്പോൺസ് ഇത് വെക്കാൻ ഞാൻ കാരണം നമ്മൾ ഇനി കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡൈനാമിക് റെസ്പോൺസ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഇതിന്റെ കാര്യം നമ്മൾ പഠിച്ചു അല്ലേ? ഡൈനാമിക് ലോഡ് എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രോപ്പർട്ടീസ് ഓഫ് ദ സ്ട്രക്ചറിൽ മാസിനെ പറ്റി പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. പക്ഷെ സ്റ്റിഫ്നെസ്സിനെ പറ്റി നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ അതും കൂടിയാണ് നമ്മൾ ഇന്ന് പറയുന്നുണ്ടാവുക, സ്റ്റിഫ്നെസ്സിനെ പറ്റി. ഓക്കെ. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രക്ചറിൽ സ്റ്റിഫ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടീനെ പറ്റി നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ സ്റ്റിഫ്നെസ് എന്താന്നുള്ളത് ആദ്യം അറിയാം. സ്റ്റിഫ്നെസ് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിഫ്ലക്ഷൻ ആണ്. സ്റ്റിഫ്നെസ്സിനെ തന്നെ നമുക്ക് 3 ആയിട്ട് പറയാം. ആക്സിയൽ സ്റ്റിഫ്നെസ് പറയുമ്പോൾ എന്താ അതിൽ പറയണത്? നമ്മുടെ കോളംസ് അല്ലെ, നമ്മുടെ ഷോർട്ട് കോളംസ്, സ്ട്രട്സ്, കേബിൾസ് ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനൊക്കെ ആക്സിയൽ ലോഡ് അല്ലെ, അവരുടെ ആക്സിസിലൂടെ ആയിരിക്കും ലോഡ് വരുന്നുണ്ട്. കേബിൾസ് ഒക്കെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിലൊരു ആക്സിയൽ കംപ്രഷൻ ഒക്കെ അല്ലേ വരിക കേബിൾസിലൊക്കെ? അങ്ങനെയല്ലേ അതിന് ഫോഴ്സ് ടേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കളുടെ കേബിൾസ് എക്സാമ്പിൾ പറഞ്ഞാൽ സ്റ്റിഫ്നെസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ആക്സിയൽ സ്റ്റിഫ്നെസ് ആണ് അതിന്റെ സ്റ്റിഫ്നെസ് കേട്ടോ. അപ്പൊ അതെന്ന് പറയുന്നത് കേബിള് നമുക്ക് എങ്ങനെ എന്താ ചെയ്യാൻ പറ്റുക? സ്ട്രെച്ച് ചെയ്യാനാണ് പറ്റുക. അപ്പൊ അവിടെ ഒരു ടെൻഷൻ ഫോഴ്സ് വരുമ്പോൾ അവിടെ അതിന്റെ സ്റ്റിഫ്നെസ് കണ്ടുപിടിച്ചൂടെ? ഓക്കെ. അല്ലെങ്കിൽ കോളത്തിൽ എന്താ വരിക? കംപ്രസീവ് ഫോഴ്സ് ആണ് കോളത്തിൽ വരിക. സ്ട്രട്ടിലൊക്കെ ആണെങ്കിലും അങ്ങനത്തെ കംപ്രസീവ് ഓർ ടെൻസൈൽ ഫോഴ്സസ് ആണ് വരിക. അപ്പൊ കോളം സ്ട്രട്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കോളം സ്ട്രട്ട് ടൈസ് കേബിൾസിലൊക്കെ ആക്സിയൽ ലോഡാണ് വരിക. അപ്പൊ അതിന്റെ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫോഴ്സ് ടേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ആക്സിയൽ സ്റ്റിഫ്നെസ് ആണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. കെ എന്നാണ് സ്റ്റിഫ്നെസിന്റെ നോട്ടേഷൻ, ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് ലാറ്ററൽ സ്റ്റിഫ്നെസ് പറയുമ്പോൾ നമ്മുടെ ബീംസ് ഇവിടെ കണ്ടോ, ബീംസും കോളംസും ഫ്രെയിംസിനൊക്കെ നമ്മൾ സ്റ്റിഫ്നെസ് ലാറ്ററൽ സ്റ്റിഫ്നെസ് ആണെന്ന് പറയാ. അപ്പൊ അവിടെ ഇതല്ല കേട്ടോ, ഈ ടെൻഷനും കംപ്രഷനും ഒന്നല്ല അവിടെ അപ്ലൈ ചെയ്ത് ഫോഴ്സ്. ഈ വിൻഡ് ലോഡ്, സീസ്മിക് ലോഡൊക്കെ വരുമ്പോഴാണ്, എക്സെൻട്രിക് ലോഡൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ബീമിലും ഫ്രെയിംസിലും ഒക്കെ നമ്മൾ ലാറ്ററൽ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത ടോർഷണൽ സ്റ്റിഫ്നെസ് പറയുന്നത് ഒരു സാധനം സ്ട്രക്ചറൽ എലമെന്റ് ട്വിസ്റ്റിങ്ങിന് വിധേയമാവുകയാണെങ്കിൽ, ടോർക്ക് അപ്ലൈ ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ പറയുക? ആക്സിയൽ സ്റ്റിഫ്നെസ് അല്ല പറയേണ്ടത്, ലാറ്ററലല്ല, ടോർഷണൽ സ്റ്റിഫ്നെസ് ഉള്ള ടേം ആണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് സ്റ്റിഫ്നെസ്സിനെ പറ്റി പറയാൻ. ഇനി നമുക്ക് കുറച്ച് കേസസ് പഠിക്കണം. അപ്പൊ അതിന്റെ ഡെറിവേഷൻ ഒന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല, നമ്മുടെ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതിലിപ്പോ ഡെറിവേഷൻ പഠിക്കണം എന്നില്ല കേട്ടോ. നിങ്ങൾ അതിന്റെ ഫൈനൽ എക്സ്പ്രഷൻ മാത്രമാണ് പഠിച്ചു വെക്കേണ്ടത്. എക്സാമിനൊക്കെ ചോദിക്കുക, മീൻസ് വലിയ പ്രോബ്ലംസ് വരുമ്പോൾ ഇത് അറിയണം, നമുക്ക് ഈക്വേഷൻസ് അറിയണം കേട്ടോ. നമ്മൾ കുറച്ച് കേസസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് റിക്വയർഡ് കോസ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ സ്റ്റിഫ്നെസ്. അപ്പോൾ ഇത് എന്താണ്? ഇറ്റ് ഈസ് എൻ അയൺ റോഡ് ആണ്, ഹാങ്ങിങ് ഫ്രം എ ഫിക്സിറ്റി. അതിന്റെ ലെങ്ത് L ആണ്. ഓക്കെ. അപ്പൊ അതിന്റെ സ്റ്റിഫ്നെസ് എത്രയാണെന്നാണ് ചോദ്യം. സ്റ്റിഫ്നെസ് അപ്പൊ നമുക്കറിയാം ആക്സിയൽ ഇങ്ങനത്തെ സാധനത്തിന് ആക്സിയൽ സ്റ്റിഫ്നെസ് ആണ് K = AE/L എന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു, ഇവിടെ പറഞ്ഞിട്ടുണ്ട് AE/L ആണ്. അപ്പൊ അത് എങ്ങനെ ഡിറൈവ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഞാൻ വേഗം പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ താഴെ ഫോഴ്സ് അല്ലെ, ഫോഴ്സ് എത്ര കൊടുത്താലാണ് അതിന് 1 സെന്റിമീറ്റർ ഡിഫ്ലക്ട് ചെയ്യാന്നാണല്ലോ സ്റ്റിഫ്നെസ്. അപ്പൊ താഴെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത്ര എക്സ്റ്റെൻഡ് ചെയ്യുന്നു വിചാരിച്ചോ. L എന്നുള്ളത് L + Δl എന്നുള്ള എക്സ്റ്റൻഷൻ അതിന് വരും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് ഡിറൈവ് ചെയ്യാനായിട്ട് നമുക്കറിയാം മോഡുലസ് ഇലാസ്റ്റിക് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്.
അപ്പൊ ഇതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എ ആണ് കേട്ടോ. ബി ബാറിന്റെ ഈ സ്റ്റീൽ റോഡിന്റെ ബാർ ഓർ അയൺ ബാർ ആയിരിക്കാം, സ്റ്റീൽ റോഡ് ആയിരിക്കാം. അപ്പൊ അതിന്റെ ഏരിയ എ ആണ്, മോഡുലസ് വെലോസിറ്റി ആണ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഈ ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെയിൻ എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ ഈക്വൽ ടു എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എഴുതിക്കൂടെ. അപ്പൊ അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ. ഇനി നമുക്ക് നമ്മുടെ ആവശ്യം ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിഫ്ലക്ഷൻ. എഫ് ആണ് സ്റ്റിഫ്നെസ് അല്ലെ. എഫ് എന്ന് പറഞ്ഞാൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്താലാണ് ഈ വസ്തു 1 സെന്റിമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുക, അതാണ് അതിന്റെ സ്റ്റിഫ്നെസ്. അപ്പോൾ സ്റ്റിഫ്നെസ് വാല്യൂ കൂടുതലാണെങ്കിൽ മോർ റിജിഡ് ആയിരിക്കും. സ്റ്റിഫ്നെസ് അതായത് അത്രയും ഫോഴ്സ് കൊടുത്താലാണ് അത് ഒരു ഇതാവുള്ളൂ, അത്രയും എന്തായിരിക്കും? റിജിഡ് ആയിട്ടുള്ള വസ്തു ആയിരിക്കും. ഇനി പെട്ടെന്ന് തന്നെ ഒരു ഫോഴ്സ് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഡിഫ്ലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത്രയും ഫ്ലെക്സിബിൾ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് എഫ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എഫ്. ഇവിടെ നമുക്ക് എഫ് അല്ലേ വേണ്ടേ? അപ്പൊ എഫിനെ എടുക്കുക, കാരണം എഫ് ആണ് ഫോഴ്സ് റിക്വയർഡ് ആയതുകൊണ്ട് എഫ് എന്താന്നുള്ളത് ഇടതുഭാഗത്ത് എഴുതുക. എഫ് ഈക്വൽ ടു നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എ ഇ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എഴുതി കൂടെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫോഴ്സ് റിക്വയർഡ് ടു കോസ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് ഇവിടെ? എൽ ലെങ്ത് ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എൽ ആണ്. ഡെൽറ്റ എൽ ഈക്വൽ ടു 1 ആകുമ്പോഴാണ് നമ്മുടെ എന്താ എഫ് എന്ന് പറയുന്നതിനെ കെ എന്ന് വിളിക്കാൻ പറ്റുക. അപ്പൊ എഫ് ഈക്വൽ ടു കെ വെൻ ഡെൽറ്റ എൽ ഈക്വൽ ടു 1. അപ്പൊ എന്തായി? കെ ഈക്വൽ ടു എന്ത് പറയാം? എ ഇൻറ്റു 1 ബൈ എൽ എന്ന് വരില്ലേ? അങ്ങനെയാണ് ഈ സാധനം കെ ഈക്വൽ ടു എ ബൈ എൽ. അപ്പൊ ഇറ്റ് ഈസ് എൻ അയൺ റോഡ് ഓർ ദ എം എസ് റോഡ് ഹാങ്ങിങ് ഫ്രം ദ ഫിക്സിറ്റി, അങ്ങനെ എന്തോ ആണ്. അപ്പൊ അതിന്റെ ആക്സിയൽ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ ഇക്വേഷൻ പഠിച്ചാൽ മതി, ഡെറിവേഷന്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം, ഈ പ്രോബ്ലം ഞാൻ പറയുന്നില്ല, ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ പ്രോബ്ലം ഇന്നലെ ചെയ്തതിന്റെ യൂട്യൂബ് ലിങ്ക് ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് കേട്ടാൽ മതി കേട്ടോ. ഓക്കെ. അടുത്തത് നമ്മളെ ഒരു ക്യാൻലിവർ ആണെങ്കിൽ അവിടുത്തെ ഫിക്സഡ് ലാറ്ററൽ സ്റ്റിഫ്നെസ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ ബീമിലൊക്കെ നമ്മൾ ലാറ്ററൽ സ്റ്റിഫ്നെസ് ആണ് പറയുക. ഓക്കെ. അപ്പൊ ലാറ്ററൽ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കണമെങ്കിൽ കെ ആണ്. കെ എപ്പോഴും സ്റ്റിഫ്നെസ് കെ ആയിരിക്കും കേട്ടോ. അപ്പൊ കെ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോഴ്സ്, ഇവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ് എഫ് ആണ്. അപ്പൊ എഫ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ഇവിടുത്തെ ഡിഫ്ലക്ഷൻ. കാരണം നമ്മൾ എന്താ പറഞ്ഞാൽ സ്റ്റിഫ്നെസ് എന്താണ്? സ്റ്റിഫ്നെസ് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഡിഫ്ലക്ഷൻ ആണ്. അപ്പൊ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പൊ അതിന്റെ താഴെ ഇത്ര ഡിഫ്ലക്ഷൻ അല്ലെ. ഇതിന്റെ ക്യാൻലിവർ ആകുമ്പോൾ ഇങ്ങനെയല്ലേ ഇതിന്റെ ഡിഫ്ലക്ഷൻ ഷേപ്പ് വരിക. ഇവിടെ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫിക്സ്ഡ് എൻഡ് ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിന്റെ ഡിഫോർമേഷൻ കർവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലേ വരിക? ഇലാസ്റ്റിക് കർവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ വരിക? ഓക്കെ. അപ്പൊ ഇവിടെ വന്നാണ് ഡെൽറ്റ. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, സ്റ്റിഫ്നെസ് എത്രയാണ് ഈ ബീമിന്റെ? അപ്പൊ ഇവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ് എഫ് ആണെങ്കിൽ അതിന്റെ താഴെ വന്ന ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആണെങ്കിൽ എഫ് ബൈ ഡെൽറ്റ ആണ് എന്ത് വരിക? ഡിഫ്ലക്ഷൻ വരിക. ഓക്കെ. അപ്പൊ എഫ് ബൈ ഡെൽറ്റ കണ്ടുപിടിക്കണം. ഓക്കെ. ഇപ്പൊ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾ MOS എസ് സിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അതിന്റെ ഡെറിവേഷൻ ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എഫ് ഫോഴ്സ് ആണെങ്കിൽ ഇത് മൊമെന്റ് ഏരിയ മെത്തേഡ് ആണ് കേട്ടോ. അത് നോക്കിയാൽ മതി, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ട അതിന്റെ എം ബൈ എ ഡയഗ്രം ഒക്കെ വരച്ചിട്ട് ഏരിയ ഓഫ് ദി എം ബൈ എ ഡയഗ്രം ഇൻറ്റു 2/3 L ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സാധനം കിട്ടുക. FL3/3I എന്ന് കിട്ടും കേട്ടോ. അപ്പൊ എന്ത് കിട്ടും? അപ്പൊ നമുക്ക് എഫ് ബൈ ഡെൽറ്റ ആണ് നമ്മുടെ ലാറ്ററൽ സ്റ്റിഫ്നെസ്. അപ്പൊ എഫ് ബൈ ഇത് FL3/3I എന്ന് വരും. ഇനി ഇവിടെ പി ഫോഴ്സ് ആണെങ്കിൽ P/PL3/3I. ഓക്കെ. ഇനി ഇവിടെ W ആണെങ്കിൽ W/WL3/3I. ഓക്കെ. അപ്പൊ അങ്ങനെ. അപ്പൊ നമുക്കത് കട്ടായി പോയാൽ നമുക്ക് ഈ ഇക്വേഷൻ ആണ് കാണാതെ അറിയേണ്ടത്. ഇത് മാത്രം അറിഞ്ഞാൽ മതി. ക്യാൻലിവർ ആണെങ്കിൽ സ്റ്റിഫ്നെസ് എന്തായിരിക്കും? 3I/L³ ആണ് ഇക്വേഷൻ. ക്ലിയർ? അപ്പൊ ഇത് വന്നത് എഫ് ബൈ ഡെൽറ്റ എന്ന്, അത് വെട്ടി ചുരുക്കിയൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ക്ലിയർ അല്ലേ? അടുത്തത് ഇതിന്റെ പ്രോബ്ലം ഞാൻ പറയുന്നില്ല, കാരണം ഇതിന്റെ യൂട്യൂബിൽ ഇതിലിട്ടത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഈ പ്രോബ്ലം ഒക്കെ നോട്ടിലേക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. ഒക്കെ ലെക്ചർ നോട്ട് ചെയ്യുക, പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് തന്നെ നോക്കുക. അടുത്തത് സിംപ്ലി സപ്പോർട്ടഡ് ആകുമ്പോൾ നമുക്കറിയാം എഫ് ലോഡ് വന്നു കഴിഞ്ഞാൽ താഴെ ഇത്രേ വരിക? W വന്നു കഴിഞ്ഞാൽ WL3/48 എന്നറിയാം. അപ്പൊ എഫ് വന്നു കഴിഞ്ഞാൽ FL3/48 ആണ് അല്ലെ. അപ്പൊ സ്റ്റിഫ്നെസ് എന്തായിരിക്കും? F/FL3/48. അപ്പൊ എന്ത് വരും? എപ്പോഴും EI എന്ന് പറയുന്ന ടേം മുകളിൽ വരും കേട്ടോ. ഓക്കെ. EI എന്ന് പറയുന്ന ഫ്ലെക്ചർ റിജിഡിറ്റി ടേം മുകളിലായിരിക്കും. അപ്പൊ 48 മേളിക്ക് പോയി. 48A/L³ ആണ് ലാറ്ററൽ സ്റ്റിഫ്നെസ് ഓഫ് ദി ബീം വരിക. ക്ലിയർ അല്ലേ? അപ്പൊ ആ ഇക്വേഷൻ പഠിക്കാം നമുക്ക് പ്രോബ്ലത്തിൽ. കാരണം ചില പ്രോബ്ലത്തിൽ അവർ ഡയറക്റ്റ് സ്റ്റിഫ്നെസ് തരില്ല, പക്ഷെ ബീം ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കണ്ട് അറിയണം. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ.
ഇനി ഫിക്സഡ് ബീം ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇതാണ് കേട്ടോ. കെ എന്ന് പറയുന്നത് 192a/L³ ആണ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം പ്രോബ്ലത്തില്. ഇപ്പൊ എല്ലാം പറഞ്ഞില്ലെങ്കിലും ചില പ്രോബ്ലം നമ്മൾ ക്ലാസ് പഠിക്കുമ്പോൾ അതിൻ്റെയെങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഇത് ജനറലി എല്ലാം പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഫിക്സഡ് ബീം ആകുമ്പോൾ അതിന്റെ സെൻട്രൽ ലോഡിങ് വരുമ്പോൾ ഈ ഫിക്സഡ് ബീം മെമ്പറിന്റെ സ്റ്റിഫ്നെസ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ കെ, ഇതാണ് ഇക്വേഷൻ. അപ്പൊ അതിന്റെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ. ഇനി ജനറലി നമ്മൾ പറയുമ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ആകുമ്പോൾ ഡെൽറ്റ WL³/48 ആണ്. അപ്പൊ 48a/L³ ആണ് അതിന്റെ എന്ത് വരിക, കെ. അതുപോലെ കണ്ടോ 192 അപ്പൊ ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ ഇവിടെ UDL വരികയാണെങ്കിൽ കണ്ടോ 5/384 WL⁴. ഇതൊക്കെ നിങ്ങൾ MOSലോ SAയിലോ പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പക്ഷെ പഠിക്കും അറിയും വേണം. ഓരോ കേസിലും വരുന്ന ഡിഫ്ലക്ഷൻ അറിയണം. ഡിഫ്ലക്ഷൻ അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, W/ഡിഫ്ലക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. W/ഡിഫ്ലക്ഷൻ ചെയ്യുമ്പോഴാണ് എന്താ പറയുക അവിടുത്തെ എന്ത് കിട്ടുക, നമുക്ക് സ്റ്റിഫ്നെസ് കിട്ടുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇങ്ങനത്തെ ഫ്രെയിംസിലാണെങ്കിൽ എന്താണ്, ഫിക്സഡ് ബീം ആണെങ്കിൽ അതിന്റെ സ്റ്റിഫ്നെസ് K = 12EI/L³ ആണ് ഇക്വേഷൻ. ഹിഞ്ച്ഡ് ആണെങ്കിൽ 3I/L³ ആണ് ഇക്വേഷൻ. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഇതോടെ നമ്മൾ തീരാണ് കേട്ടോ. ബാക്കിയുള്ളത് നമ്മൾ ക്ലാസ്സിൽ ഇതുവരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് ടോർഷണൽ സ്റ്റിഫ്നെസ്. ടോർഷണൽ സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇക്വേഷൻ ഒന്ന് വായിച്ചേ. ടോർഷണൽ സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ ആരെങ്കിലും ഒന്ന് വായിച്ചാൽ നമുക്ക് ഇത് വേഗം തീർക്കാം. K = ഹലോ, കേൾക്കുന്നില്ലേ? GJ/L അല്ലേ? ഓക്കെ, അതന്നെ. അപ്പൊ ടോർഷണൽ സ്റ്റിഫ്നെസ് പറയുമ്പോൾ നമ്മുടെ ഫോഴ്സ്, നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ആക്സിയൽ സ്റ്റിഫ്നെസ് അല്ലേ പറഞ്ഞേ, അതിൽ നമ്മൾ ആ ഒരു ടെൻഷനോ കംപ്രഷനോ വരുമ്പോൾ അതിന്റെ സ്റ്റിഫ്നെസ് AE/L ആയിരുന്നില്ലേ, A × E/L ആയിരുന്നു. ഇവിടെ നമ്മൾ അതിൽ തന്നെ ആ ഒരു മെമ്പറിലെ ട്വിസ്റ്റ് കൊടുത്തു എന്ന് വിചാരിച്ചു, ടോർക്ക് കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ AE/Lന്റെ സ്ഥാനത്ത് എന്താവും, ഇയുടെ പകരം G ആവും. E എന്ന് പറഞ്ഞ മോഡുലസ് ഇലാസ്റ്റിറ്റി ആയിരുന്നു, G എന്ന് പറഞ്ഞ റിജിഡിറ്റി മോഡുലസ് അല്ലേ. അപ്പൊ ഇയുടെ പകരം G വരും. A എന്ന് പറയുന്നത് പ്ലാനാർ ഏരിയ ആണ്, അതിന്റെ പകരം എന്ത് വരും, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. കാരണം മാസ് ഉള്ള ഒരു ബോഡി അല്ലേ, അപ്പൊ നമുക്ക് അവിടെ ഇനേർഷ്യ J വരും. മറ്റേത് ലാമിന എന്നുള്ള കൺസെപ്റ്റിലാണ് A എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അത് ഒരു മാസീവ് ബോഡി ആയതുകൊണ്ട് ടോർക്ക് വരുമ്പോ അല്ലേ, അപ്പൊ അത് J വരണം. L പോലെ തന്നെ വരും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ടോർഷണൽ സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ വരിക. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. നാളെ നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്സ് ആണ് ക്ലാസ്സിലും കവർ ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ്. നമുക്ക് ഇനി നാളെ ക്ലാസ്സിൽ നമ്മൾ എന്തെടുക്കും, ഡാമ്പിങ് എന്താണ് എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഡാമ്പിങ്ങിനെ പറ്റി പഠിക്കണം. പിന്നെയാണ് നമ്മൾ ഈ മൊഡ്യൂളിലെ ഡെറിവേഷൻസിലേക്കും പ്രോബ്ലത്തിലേക്കും പോവുക. അതിന്റെ മുന്നേ നാളെ വരാൻ പറ്റാത്തവർക്ക് വേണ്ടി മാത്രം ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയണം. നമ്മൾ സ്പ്രിങ്ങിന്റെ ഇത് പഠിക്കും കേട്ടോ. സ്പ്രിങ്ങുകൾ വേണ്ട, ഈ മാസിലെ 4 സ്പ്രിങ്ങുകളല്ലേ എങ്ങനെ സപ്പോർട്ട് ചെയ്തേ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതിനെ കാണിക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അതിന്റെ ഇക്വലന്റ് സ്റ്റിഫ്നെസ് എന്താണ്, അതുപോലെ സീരീസിൽ വരുമ്പോൾ അതിന്റെ ഇക്വലന്റ് സ്റ്റിഫ്നെസ് എന്താണ്, അപ്പൊ അതും ഒക്കെ പറഞ്ഞിട്ട് അതിന്റെ പ്രോബ്ലം ചെയ്തിട്ടാണ് നമ്മൾ ഡാമ്പിങ് എന്താന്നുള്ളത് നാളെ പഠിക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഡെറിവേഷൻ നമുക്ക് പഠിക്കാണ്ട് അതൊക്കെ ആയിരിക്കും പിന്നെയുള്ള ക്ലാസ്സിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യുക. പ്രധാനപ്പെട്ട പോയിന്റ്സ് നോട്ട് ബുക്കിലേക്ക് എഴുതുക. പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വർക്ക്ഔട്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലോസ് ചെയ്യാം കേട്ടോ. താങ്ക് യു. താങ്ക് യു.